അപ്പൊ എല്ലാവരും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. കാരണം നിങ്ങൾ ഈ 21 ഡേയ്സ് ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്താണ് നിങ്ങള് ഈ ഒരു ക്ലാസ്സിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കുറെ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയത്, നിങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസോ ഒക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ ഒരു മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്തത്. ഹായ്, ജസ്റ്റിൻ. ജസ്റ്റിൻ എവിടെ നിന്നാണ്? ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തൂ. ഞാൻ എറണാകുളമാണ്. ഓക്കെ. അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് താങ്കളുടെ ലിങ്ക് കണ്ടത്. ഞാനിങ്ങനെ രണ്ടു മൂന്ന് ഞാൻ ഫോളോ ചെയ്തു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തേക്കുള്ള ഈ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഇതൊക്കെ റീസെന്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് കിട്ടി തുടങ്ങിയത്. എന്ന് വെച്ചാല് ഒരു ഇതിനു മുമ്പ് ഒരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് വേറൊരു ട്രെയിനറുടെ. അതൊരു EFT പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ അപ്പൊ അതിനെ കമ്പയർ ചെയ്തിട്ട് കുറച്ചുകൂടി നോക്കിയപ്പോ കുറച്ചുകൂടി താങ്കളുടെ ക്ലാസ്സസിൽ കുറച്ചും കൂടി ഇൻ ഡെപ്ത് പോകുന്നുണ്ട്. പിന്നെ ഈസിലി അണ്ടർസ്റ്റാൻഡ്, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്നാ താങ്കൾ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പക്ഷെ കുറച്ചും കൂടി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സെഷൻസ്. ഇപ്പൊ ഞാൻ സാധാരണഗതിയിൽ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് താങ്കളുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കാറ് വണ്ടിയിൽ വെച്ചിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ചോദിക്കും, നമുക്ക് വിചാരിക്കാറുണ്ട് ലൈവ് ക്ലാസ്സസ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഇന്ററാക്ഷൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ വെച്ചത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും. അപ്പൊ അത് കാരണം ഇന്നിപ്പോ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തത്. പിന്നെ ഇതിനകത്ത് ഞാൻ ആ മൂന്ന് ഫോൾഡേഴ്സിലായിട്ട് 21 ദിവസത്തെ ക്ലാസ്സസിൽ 2 ഫോൾഡേഴ്സ് മുഴുവൻ കണ്ടു കഴിഞ്ഞു. തേർഡ് ഫോൾഡർ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യത്തെ അപേക്ഷിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ തേർഡ് ഫോൾഡറിൽ എത്തിയപ്പോഴേക്കും കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യത്തെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തായാലും വളരെ സന്തോഷം നിങ്ങള് അത് ഈ കോഴ്സ് വളരെ ഉത്സാഹത്തോടെ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞതില്. നിങ്ങൾ എല്ലാവരെയും പരിചയപ്പെടാം. അപ്പം ജസ്റ്റ് ക്വിക്കായിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാം. നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകാനുള്ള ഒരു സമയം നമുക്ക് കുറവുണ്ട്. ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ വീഡിയോയിലൂടെ എന്നെ കണ്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും എന്റെ കഥകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും ഞാൻ ജസ്റ്റ് എന്നെ ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടുത്താം. കാരണം എന്റെ പേര് മനു പൈലി, നിങ്ങൾക്കറിയാം. ഞാൻ ബേസിക്കലി എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഞാനൊരു എഞ്ചിനീയർ ആണ്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് എനിക്ക് മാസ്റ്റർ ഡിഗ്രി ഉള്ളതാണ്. ഞാൻ വിദേശത്തൊക്കെ പഠിച്ചു. ഞാൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ഞാൻ ഏകദേശം ഒരു 10-20 വർഷമായി ഞാൻ ഈ ഈ മാനിഫെസ്റ്റേഷൻ എൻ്റെ ലൈഫിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പം തുടങ്ങിയ സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ 2005, 2006 ആ ഒരു സമയത്താണ് നമ്മുടെ ദ സീക്രട്ട് എന്ന് പറയുന്ന ആ ഒരു വീഡിയോയും അത് പുറത്തിറങ്ങിയത്. അതൊരു ഓസ്ട്രേലിയൻ ലേഡി ആയിരുന്നു എന്റെ പ്രൊഡ്യൂസർ, റോണ്ടെ ബ്രയൻ. അപ്പൊ ആ സമയത്ത് ഞാൻ ഓസ്ട്രേലിയയിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ഒരു അസോസിയേറ്റിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ആ ഒരു ട്രെയിനിങ് അന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പൊ അന്ന് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോഴാണ് അന്നൊരു എന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാം വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾക്കൊക്കെ പല ലിമിറ്റേഷൻസ് ഉണ്ടാവും, പല സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ നമ്മുടെ ഭാവിയെ കാണുമ്പോൾ നമുക്കിപ്പോ എന്താണോ അവസ്ഥ അതിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. കാരണം നമുക്ക് നമ്മുടേതായ ചില പരിമിതികൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ പലപ്പോഴും സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ സ്വപ്നമൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നൊരു ചിന്ത പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോ ഈ ഒരു സീക്രട്ട് എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ഞാൻ കാണുകയും അതുപോലെ തന്നെ ഈ റോണ്ട ബ്രാൻഡ് അസോസിയേറ്റിൽ നിന്ന് ഈ ഒരു ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് നമ്മുടെ സെൻസസിന് ബിയോണ്ട് ആയിട്ട്, അതായത് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറയുന്നത് നമ്മുടെ സെൻസസിനുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു തോട്ടായിരിക്കും നമുക്കുണ്ടാവുക. അപ്പൊ നമുക്ക് അതിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പരിമിതികളും ഒക്കെ നിന്നുകൊണ്ടാണെങ്കിലും നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വളരെ ശക്തമായിട്ട് നമ്മൾ സൃഷ്ടിക്കുകയും അതിൽ നമ്മൾ വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാജിക്കലായിട്ട് അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് ഞാൻ അന്ന് മനസ്സിലാക്കിയത്. അപ്പൊ എനിക്കത് വളരെ താല്പര്യം തോന്നി. എങ്ങനെയാണ് അപ്പോൾ നമുക്ക്
നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് വളരെ അപ്രാപ്യമാണെന്ന് ചില കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് ഉള്ള ഒരു തോട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ ഏത് വിദ്യയും നമ്മൾ പഠിക്കുന്നത് പോലെ ആദ്യം നമ്മളൊരു വിദ്യ പഠിക്കുമ്പോൾ നമുക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പൊ നമ്മൾ പെട്ടെന്ന് പഠിക്കും, നമുക്ക് വളരെയധികം അത് വർക്കാവും, അത് വളരെ കറക്റ്റ് ആയിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കൊള്ളാം, ഇതിപ്പോ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ചുറ്റും വരുന്നുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് വളരെയധികം കോൺഫിഡൻസ് വരും, ഒരു പ്രശ്നമില്ല, നമുക്ക് എന്ത് നമുക്ക് നേടാം എന്നുള്ളൊരു ഫീലിംഗ് വരും. ആ സമയത്ത് ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു ഉണ്ടായിരുന്നു, മെൽബണിലായിരുന്നു. പിന്നീട് എനിക്ക് വളരെയധികം ആത്മവിശ്വാസം എന്റെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് പറ്റിയെന്ന് വെച്ചാല്, പിന്നെ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊന്നും വർക്ക് ആവുന്നില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നു. അതായത് മാനിഫെസ്റ്റേഷന്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു, എല്ലാം മനസ്സിലാക്കി. പക്ഷെ എനിക്കിത് ഞാൻ എന്താണോ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഒരുപാട് പേര് മാനിഫെസ്റ്റേഷൻ തുടങ്ങി കഴിയുമ്പോൾ ആദ്യം ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ഒരു സൈക്കിളിലൂടെ പോകാറുണ്ട്. കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടും, നമുക്ക് കോൺഫിഡൻസ് വരും, പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നും വർക്ക് ആവാത്ത ഒരു സെനാരിയോ നമുക്ക് വരും. അപ്പൊ നമുക്ക് വളരെ അതെന്ത് നന്നായിരുന്നു, നമുക്ക് ആ സമയത്ത് എല്ലാം കിട്ടിക്കൊണ്ടിരുന്നു, ഇപ്പൊ ദേ നമ്മളൊന്നും നടക്കുന്നില്ല, ഇത് റിയൽ ആണോ അല്ലെങ്കിൽ ഇന്ന് വർക്കാവുന്ന കാര്യമാണോ എന്ന് നമുക്കിങ്ങനെ തോന്നും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരു വലിയ സ്ട്രഗിളും ഒരു സൈക്കോളജിക്കൽ ഒരു സ്ട്രഗിൾ നമ്മൾ ഒരുപാട് അനുഭവിക്കും ആ സമയത്ത്. അപ്പൊ പിന്നീട് ഞാൻ ഇതില് ഞാൻ പഠിക്കാൻ തുടങ്ങി. ഞാൻ പല ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ഈ വേൾഡിൽ അറിയപ്പെടുന്ന പല ഗുരുസിന്റെയും ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തു. ഇത് ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഒരു സയന്റിഫിക് റീസൺ ഉണ്ടോ, ഇതിങ്ങനെ വെറുതെ നമുക്കൊരു പ്ലസീബോ എഫക്റ്റ് ആണോ, അതായത് നമ്മളോട് ചില ആൾക്കാർ പറയുന്നത് എല്ലാം നന്നാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമുക്കൊരു തോന്നലാണോ ഇത് നമ്മൾ സൃഷ്ടിക്കുന്നത്, ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് ഞാനിങ്ങനെ അന്വേഷണം ആരംഭിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ ഒടുവില് ഇപ്പൊ എന്റെ മെന്റർ എന്ന് പറയുന്നത് ഡോക്ടർ ജോ ഡിസ്പെൻസ ആണ്. യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ എന്റെ ക്ലാസ്സുകളിൽ ഡോക്ടർ ജോ ഡിസ്പെൻസയെ പറ്റി എപ്പോഴും പറയാറുണ്ട്. അദ്ദേഹത്തിനാണ് എനിക്ക് ഏറ്റവും വളരെ സയന്റിഫിക് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബ്രൂസ് ലിപ്റ്റൺ, ഗ്രെഗ് ബ്രാഡ്, ഇങ്ങനെ കുറെ ആളുകളുടെ വീഡിയോസ് ഞാൻ അവരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും. അപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഒരു അടിസ്ഥാനം എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇപ്പൊ ഞാനത് ഒപ്പം തന്നെ ഞാൻ ആൽമാഗ്യാൻ എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് ട്രെയിനിങ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഒപ്പം തന്നെ എനിക്ക് ഞാനൊരു ബിസിനസ് കൺസൾട്ടന്റുമാണ്. എനിക്ക് GCCയിലും അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ എനിക്ക് ക്ലയൻസ് ഉണ്ട്. അപ്പൊ ഞാൻ മിക്കവാറും യാത്രയിലൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ ഈ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കോവിഡിന്റെ കാലഘട്ടത്തില് അന്ന് ഞാൻ നിരന്തരം ക്ലാസ് എടുക്കുമായിരുന്നു. കാരണം അന്ന് എനിക്ക് യാത്രകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ 5:20 മുതൽ 6 മണി വരെ ഉണ്ടായിരുന്ന ഒരു സെഷൻ ആയിരുന്നു അത്. അപ്പൊ അങ്ങനെ 8 സെഷനോട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ 8 സെഷന്റെ ഒരു 3 സെഷന്റെ റെക്കോർഡിങ്സ് ആണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആ റെക്കോർഡിങ്സ് ആണ് നിങ്ങൾ പലതവണ കണ്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ ആ റെക്കോർഡിങ്സ് ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറച്ച് ഒന്ന് രണ്ട് ഇന്റർവ്യൂസും വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാനതൊരു ആപ്പിൽ ആക്കിയിട്ട് ഞാൻ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. എനിക്കറിയില്ല ഇത് ആളുകൾ സ്വീകരിക്കുമോ അല്ല, കാരണം അതിന്റെ വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്കറിയാം, പ്രൊഡക്ഷൻ ക്വാളിറ്റി വളരെ മോശമാണ്. കാരണം ഒരു സൂം ക്വാളിറ്റി വീഡിയോ ആണ്, അതിനകത്തുള്ളത് കണ്ടന്റ് ആണ്, അത് എഡിറ്റ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ പക്ഷേ ഒരുപാട് പേര് അത് വളരെ അവർക്ക് പ്രയോജനകരമായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. കാരണം അത് തീർച്ചയായിട്ടും അത് ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകുന്നുണ്ടെന്നാണ് എനിക്ക് വളരെ സന്തോഷം. അപ്പൊ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ ഒരു അപ്ഡേറ്റ്സ്, കാരണം അതിന് 4 വർഷം മുമ്പുള്ള ക്ലാസ്സാണ്, അതിനുശേഷം ഒരുപാട് പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന് പുതിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ പുതുതായിട്ട് ഞാൻ മനസ്സിലാക്കുകയും ഞാൻ ഇതുപോലെ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഉണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ ഐഡിയ എന്ന് പറയുന്നത്. പിന്നെ ഒപ്പം നിങ്ങളെയൊക്കെ പരിചയപ്പെടുക എന്നുള്ളതിന്റെ ഒരു ഐഡിയ ആണ്. ഓക്കെ. യെസ്. ഞാനത് 2013 തൊട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാനത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ 2013 ഇപ്പൊ ഞാൻ ലണ്ടനിലാണുള്ളത്, നാട്ടിലെ ഇടുക്കിയിലാണ്. അപ്പം ഇവിടെ ഫാമിലി ആയിട്ട് NHS വർക്ക് ചെയ്യുന്നു. അപ്പം ഇപ്പം കറന്റ് ഇത് കഴിഞ്ഞ ഏറ്റവും അടുത്ത ദിവസം വരെ എനിക്ക് ഓരോന്ന് ലഭിച്ചുകൊണ്ടിരുന്നതിന്റെ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ മനുവിന്റെ ഇത് കോഴ്സ് ജോയിൻ ചെയ്ത ശേഷം എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഞാൻ രാവിലെ എല്ലാ ദിവസവും രാവിലെ ഇപ്പൊ ഞാൻ രാവിലെ ഇവിടെ 5:30 ആയതുള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് ഞാൻ സെക്ഷന്റെ കാര്യം പെട്ടെന്ന് ഓർത്ത് ജോയിൻ ചെയ്തത്. അപ്പം എന്റെ ഒരു ഷോർട്ടായിട്ട് പറയാം പെട്ടെന്ന് വെച്ചാല് 2010 ഞാൻ UK വന്നു. അങ്ങനെ 3 വർഷം നിന്നു. 3 വർഷം നിന്ന് ആ ഒരു 3 വർഷം കാലഘട്ടത്തിലാണ് ഞാൻ ഇതിനെ കുറിച്ച് ഡീപ്പായിട്ട് ഞാൻ അതിനെ കുറിച്ച് പഠിക്കുന്നതും അതിനെ കുറിച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ നിന്നപ്പോഴത്തേക്കും മനുവിനുണ്ടായതുപോലെ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചു പോകേണ്ടി വന്നു. അപ്പൊ ഞാൻ
പക്ഷെ എനിക്ക് പ്രതീക്ഷ കൈവിട്ടില്ല. ഞാൻ അതെല്ലാം ഉം, നല്ലതിനാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഉം, വിസ പുതുക്കാൻ പറ്റിയില്ല. 3 വർഷം നിന്ന് തിരിച്ചു പോയി. ഉം, നാട്ടിൽ പോയി ഒരു 7 വർഷത്തോളം നാട്ടിൽ നിന്നു. അപ്പം ഉം, എൻ്റെ വൈഫ് പല ബിസിനസ് ഒക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഉം, എനിക്ക് ഉറച്ച ലക്ഷ്യം ഉണ്ടായിരുന്നു, ഞാൻ തിരിച്ച് എന്തായാലും അങ്ങോട്ട് പോകും. ഞാൻ അതുകൊണ്ട് ഉം, നാട്ടിൽ ഒരു ബിസിനസ്സും തുടങ്ങുന്നില്ല. ഉം, 7 വർഷവും ഞാനത് സ്ട്രഗിൾ ചെയ്ത് ഞാൻ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു എന്നോട്, ഞാൻ ചെറിയ ജോലിയൊക്കെ ചെയ്തു, എന്നാലും ഉം, വലിയൊരു സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഞാൻ പറഞ്ഞു പറ്റത്തില്ല. ഞാൻ ഉം, എന്തായാലും തിരിച്ചു പോകും. കാരണം അങ്ങോട്ട് ഉം, പോകാണ്ട് യാതൊരു വഴിയില്ല. ഉം, ആഹ് യാതൊരു സ്കോപ്പും ഇല്ലാത്ത സമയത്ത് പക്ഷെ ഞാൻ ഉം, ഞാൻ പറഞ്ഞു ഞാൻ പോവും, ഉറപ്പായിട്ട് ഞാൻ ഉം, പോവും. ഞാനത് ഉം, ഞാൻ ഇവിടെ വന്ന് ഇറങ്ങുന്നതും ഫ്ലൈറ്റ് വന്ന് ഉം, ഇറങ്ങുന്നതും ഞാൻ ഈ ഉം, മണ്ണിൽ തൊടുന്നതും ഒക്കെ ഞാൻ ഉം, മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഉം, 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 എന്തായാലും 2020 പെട്ടെന്നൊരു കോൾ വരികയാണ്. ഉം, ഞങ്ങളുടെ പഴയ ഓണർ ഉം, UK തിരിച്ചു വന്നു. ഉം, പുള്ളി ഒരു ഉം, കെയർ ഹോം മേടിച്ചു. നിങ്ങൾക്ക് ഉം, താല്പര്യമുണ്ടോ, വരാൻ താല്പര്യമുണ്ടോ? ഉം, ഓക്കെ, അപ്പം ഉം, പറഞ്ഞു വന്നേക്കാം. ഉം, ഞാൻ ഉം, 2022 ഞാനും കുട്ടികളും കൂടെ ഉം, തിരിച്ചിവിടെ വന്നു. ഉം, വന്ന് ഞാൻ എന്താണോ അന്ന് എക്സ്പീരിയൻസ് ചെയ്തത്, ഞാൻ ഉം, വന്നിറങ്ങുന്നതും ഹീറ്റർ ഉം, വന്നിറങ്ങുന്നതൊക്കെ, ഉം, ഞാനത് ഉം, അതേപോലെ തന്നെ ഉം, ഞാനത് ഉം. കണ്ടു. റിയൽ ലൈഫിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തു. അതുപോലെ തന്നെ ആയി. ഉം, അതിനകത്ത് തന്നെ ഉം, 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 ഞാൻ അങ്ങനെ ഇമിഗ്രേഷൻ നിൽക്കുന്നതും ഒക്കെ ഉം, എങ്ങനെയൊക്കെ ഞാൻ ചെയ്തോ ഉം, അതെല്ലാം ഉം, അതുപോലെ ഉം, തന്നെ. ഉം, പിന്നെ ഇവിടെ ഉം, വന്ന് പിന്നെ ഓരോന്നോരോന്ന് പിന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഉം, കുറെ നാളായിട്ട് NHS കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഉം, അത് ഉം, ഞാൻ കുറെ ഇന്റർവ്യൂ ചെയ്തു. ഓരോ ഉം, ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും ഞാൻ കിട്ടും കിട്ടും, ഓക്കെ, അടുത്ത പ്രാവശ്യം ഉം, ഞാൻ ജോയിൻ ചെയ്യുന്നത്, യൂണിഫോം ഇടുന്നതും അതെല്ലാം ചെയ്തു. ഉം, ഉം. കൃത്യമായിട്ട് അതിലേക്ക് അങ്ങ് എത്തി. എത്തി. ഉം, 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 പിന്നെ വന്നു വെച്ച് കഴിഞ്ഞാൽ വണ്ടി മേടിക്കണമെന്നുണ്ടായിരുന്നു. ഉം, ഉം, വണ്ടി മേടിച്ചൊക്കെ ഭയങ്കര ഗൾഫാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഉം, RAV4 ആണ് ഞാൻ മേടിച്ചത്, ടൊയോട്ട ഉം, RAV4. ഉം, അപ്പം ഒരു ദിവസം ഞാൻ വൈഫിന്റെ ഒരു മാനേജർ ഉം, RAV4, അപ്പൊ എന്റെ ഒരു കുഞ്ഞൊരു വണ്ടിയായിരുന്നു ഉം, RAV4 കിടക്കുന്നത്. ഞാൻ ആ വണ്ടി അടുത്ത് പോയി നിന്നൊക്കെ നോക്കി. പിറ്റേ ഉം, ദിവസം മനു പറഞ്ഞ പോലെ നമുക്കൊരു വണ്ടി വേണമെങ്കിൽ നമുക്ക് ആ വണ്ടിയുടെ അകത്ത് കയറി എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. ഉം, ഉം, ഞങ്ങൾ ഉം, ഷോറൂമിൽ ഉം, പോയി ആ വണ്ടി. അപ്പം എനിക്ക് ലോണൊന്നും ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ലോണൊന്നും കിട്ടത്തില്ല. ഉം, ഉം, 2000 പൗണ്ട് പോലും ലോൺ പോയിട്ട് കിട്ടത്തില്ലായിരുന്നു. ഉം, ഉം, അപ്പോഴത്തേക്കും ഞാൻ വണ്ടി കയറിയിരുന്നു. പുതിയ ഷോറൂമിൽ പോയി ആ വണ്ടിയുടെ സ്മെല്ല്, ആ വണ്ടി ഡ്രൈവ് ഉം, ചെയ്യുന്നത് ഉം, ഉം, എല്ലാം ഞാൻ ഇത് ഉം, ചെയ്തു. പിന്നെ അത് ഉം, കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്തു. ഉം, എന്നാത്തില്ല, ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചുമ്മാ ഉം, ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയതാ. ഉം. എനിക്ക് ലോൺ അപ്രൂവ് ആയി. ആ, 25 ലക്ഷം അപ്രൂവൽ ആയി. ഉണ്ട്. ആ, ആ, ഞങ്ങൾ അന്നേരം തന്നെ ഷോറൂമിൽ പോയി വണ്ടി എടുത്തു. ഉം, ഉം. അത് വെരി ഗുഡ്. ഏറ്റെടുത്ത. ആ, പിന്നെ ആ, പിന്നെ ഉം, പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങള്, നിസ്സാര ഉം, ചെറിയ കാര്യങ്ങള്, ഉം, വീട്ടിലേക്ക് ഉള്ള ആവശ്യങ്ങൾ ഉള്ള ഉം. സാധനങ്ങള് അതെ, അതെ. അതെല്ലാം തന്നെ. നമ്മള് ആമസോണിൽ ഓർഡർ ചെയ്യുന്ന പോലെ ഒന്ന് ഓർഡർ ചെയ്താൽ മതി, അതെ സംഭവം അതെ, അതുപോലെ വന്നു. അങ്ങനെ ഇപ്പൊ ഉം, ഞാനിപ്പം എന്റെ ഉം, 2 ആഗ്രഹങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. വെരി അതിനുവേണ്ടി ഗുഡ്, വെയിറ്റ് ചെയ്യണം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം അതെ അതെ. നമ്മുടെ ഞാൻ പറയുന്നത് നമ്മുടെ ഈ ലോജിക്കൽ മൈൻഡ് എന്ന് പറയുന്നതാണ്. ലോജിക്കൽ മൈൻഡ് എപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ലൈബിലിറ്റി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഉം. നമുക്ക് എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പ് പ്രോബ്ലം, അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മളിപ്പോ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതാണ് എല്ലാവരെയും അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പൊ ഈ സാമ്പത്തികമായിട്ട് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്കൊരു വലിയ സ്വാതന്ത്ര്യക്കുറവ് വരും. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ്, നമുക്ക് ഫണ്ട് വരാനുള്ള എന്താണ് സാധ്യത, ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ തോട്ട് വളരെയധികം ലിമിറ്റഡ് ആവും. അപ്പൊ ലിമിറ്റഡ് ആയി കഴിയുമ്പോൾ എന്താന്ന് വെച്ചാല് നമ്മൾ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യുകയും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കുകയും, നമ്മൾ ശ്രമിക്കുന്നുണ്ടാവും, ഫിസിക്കലി നമ്മൾ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കും. പക്ഷെ അത് നമുക്ക് തരുന്നതിനകത്തൊരു സൈക്കോളജിക്കൽ സഫറിങ് ആണ്. അപ്പൊ നമുക്ക് നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ ക്യാമറയിൽ ഇല്ലാത്തവരൊന്ന് ക്യാമറയിലേക്ക് വരാൻ ഞാൻ വീണ്ടും വീണ്ടും ഒന്ന് പറയുകയാണ്, കാരണം നിങ്ങൾക്കാണ് ഇതിന്റെ കൂടുതൽ പ്രയോജനം കിട്ടുന്നത്. റൈറ്റ്. അപ്പോ നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ 2 രീതിയിലുള്ള മാനിഫെസ്റ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒന്ന് പറയുന്നത് തേർഡ് ഡൈമെൻഷണൽ മാനിഫെസ്റ്റേഷൻ, മറ്റൊന്നെന്ന് പറയുന്നത് ഫിഫ്ത്ത് ഡൈമെൻഷണൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോ അത് ഡോക്ടർ ജോ ഡിസ്പെൻസ് തന്നെ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ആയിട്ടുണ്ടോന്ന് ഇല്ല. അപ്പൊ അതെന്താണെന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. നമ്മൾ ഈ ലോകത്തിൽ ഏകദേശം ഒരു 97% ആളുകൾ വർക്ക് ചെയ്യുന്നത് തേർഡ് ഡൈമെൻഷണൽ ഇതിലാണ്. അത് നമുക്ക് തേർഡ് ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല. നമുക്കിപ്പോ എവിടെയാണ് ഇപ്പോ ഇപ്പൊ എവിടെയാണ്, ജോബിമോൻ ഇപ്പൊ എവിടെയാണോന്ന് വെച്ചാൽ UK-യിലാണ്. അപ്പൊ അതിനൊരു നമുക്കതിനെ നമുക്ക് ആ ഒരു കോർഡിനേറ്റ് വെച്ചിട്ടും അതുപോലെ തന്നെ ലൊക്കേഷൻ വെച്ചിട്ടും
ആണ് നമുക്ക് ഇപ്പൊ ഏത് സമയത്താണ് എന്ന് വെച്ചിട്ടും ജോബിൽ എവിടെയാണെന്നുള്ളത് ജോബിന് കൃത്യമായിട്ട് പറയാൻ പറ്റും. UK എവിടെയാണെന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു വസ്തുവിനെ കാണുവാണ്. ഇപ്പൊ ഇതൊരു റിമോട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ റിമോട്ടിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ റിമോട്ടിന് ഒരു ഹൈറ്റ് ഉണ്ട്, ഇതിനൊരു വിഡ്ത്ത് ഉണ്ട്, ഇതിനൊരു ലെങ്ത് ഉണ്ട്, ഇതിരിക്കുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട്, നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ഇതെല്ലാം നമ്മൾ 3 ഡൈമെൻഷൻ കൊണ്ടാണ് നമ്മൾ ഇതിനെ കണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു കാര്യത്തെ. അപ്പോ ആ, ഇനി ഇതെന്ന് പറയുന്നത് നമ്മുടെ ലോജിക്കൽ മൈൻഡിൽ നമുക്ക് കാണുമ്പോൾ ഇതിൻ്റെതാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഒരു റീസണിങ് എന്ന് പറയുന്നത്. അപ്പോ തേർഡ് ഡയമെൻഷണൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയാൻ മറ്റൊന്നുമല്ല. നമുക്കിപ്പോ ഒരു ഒരു 50,000 രൂപ വരുമാനമുള്ള ഒരാളാണ്. അപ്പോൾ അയാൾ ഒരു കാർ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അയാളുടെ മനസ്സിൽ ചിലപ്പോൾ BMW അല്ലെങ്കിൽ വലിയ പ്രീമിയം കാറോ ഒക്കെ വാങ്ങണമെന്ന് ചിലപ്പോൾ ആഗ്രഹം കാണും. പക്ഷെ അയാൾ ഇങ്ങനെ ചിന്തിക്കുക, എനിക്ക് 50,000 രൂപയാണ് എന്റെ വരുമാനമുള്ളത്. ഈ 50,000 രൂപ ഇനി എനിക്ക് അടുത്ത 10 വർഷത്തേക്ക് കൂടിയാൽ പോലും ചിലപ്പം ഒരു 60,000 അല്ലെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോയ 1 ലക്ഷം രൂപ വരെ ആയിരിക്കും എനിക്ക് വരുമാനം വരാൻ പോകുന്നത്. അതനുസരിച്ച് എന്റെ ചെലവും കൂടും. അപ്പൊ അങ്ങനെ നോക്കി എന്റെ ജീവിതത്തിൽ എനിക്ക് എപ്പോഴെങ്കിലും ഒരു BMW വാങ്ങാൻ കഴിയുമോ എന്ന് ലോജിക്കലി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം അത് പറ്റിയെന്നിരിക്കില്ല. അതേപോലെ തന്നെ ഇപ്പൊ ഒരാള് 50 ലക്ഷം രൂപ കടമുള്ള ഒരാളാണ്. അയാളുടെ വരുമാനം എന്ന് പറയുന്നത് ഇപ്പൊ തീരെ കുറവാണ്. അപ്പൊ അയാൾ ചിന്തിക്കുകയാണ്, ഈ 50 ലക്ഷം രൂപ ഈ കടം ഞാൻ എങ്ങനെ ആയിരിക്കും ഇത് തീർക്കാൻ പോവുക, അതിനെന്താണ് ഒരു സോഴ്സ് ഉള്ളത്. അപ്പൊ നമ്മുടെ ലോജിക്കൽ മൈൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനൊരു സോഴ്സും ചിലപ്പോൾ കാണത്തില്ല. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് കഴിഞ്ഞാൽ അടുത്ത 10 വർഷം കൊണ്ട് പോലും നമുക്ക് ഈ കടം തീർത്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നായിരിക്കും ചിലപ്പോൾ നമ്മുടെ ലോജിക്കൽ മൈൻഡ് പറയുന്നത്. നിങ്ങൾ തന്നെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. എത്ര പേര് ഈ നോക്കി നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് അവരുടെ പ്രശ്നങ്ങൾ തീർന്നിട്ട് പെട്ടെന്ന് രക്ഷപ്പെട്ട എത്രയോ ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശരിയായ രീതിയിലൂടെ, തെറ്റായ രീതിയിലൂടെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ പതനങ്ങൾ നമ്മൾ കാണാറുണ്ട്. ശരിയായ രീതിയിലൂടെ തന്നെ അവർ വേറെ തട്ടിപ്പുകളോ ഇതൊന്നും ഇല്ലാതെ തന്നെ നേരായ രീതിയിലൂടെ തന്നെ വളരെ പെട്ടെന്ന് ജീവിതം രക്ഷപ്പെട്ടു പോയ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവരിലൊക്കെ സംഭവിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ഒരു വലിയ ഡ്രൈവാണ്. എനിക്കിപ്പോ 50 ലക്ഷം രൂപയോ കടം ഉണ്ടെങ്കിൽ പോലും ഞാൻ അതിനകത്തുനിന്ന് മാറി ഞാനൊരു സർപ്ലസിലേക്ക് മാറും എന്നുള്ള ഒരു ഡ്രൈവ് അവർക്കുണ്ട്. അപ്പൊ ഈ ഡ്രൈവ് വരുന്നത് നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഡ്രൈവ് അവിടെ വരില്ല. പക്ഷെ നമ്മൾ ആ ലോജിക്കിന് ബിയോണ്ട് ആയിട്ട് ചിന്തിച്ചു കഴിയുമ്പോഴാണോ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും എന്നുള്ളൊരു തോട്ട് വരുന്നത്. അപ്പോൾ തേർഡ് ഡൈമെൻഷനുള്ള ചിന്ത എന്ന് പറയുന്നത് നമ്മൾ ലോജിക്കലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയാണോ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നത്, അതാണ് തേർഡ് ഡൈമെൻഷനിലുള്ള മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ തേർഡ് ഡൈമെൻഷനിൽ ജീവിക്കുന്ന ആൾക്കാർ. ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെറുതും വലുതുമായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി ഫിഫ്ത്ത് ഡൈമെൻഷൻ എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ചിന്തിക്കുന്നത് ലോജിക്കിന് ബിയോണ്ട് ആയിട്ടാണ്. എന്ന് വെച്ചാൽ വെറുതെ ഒരു ലോജിക്കും ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല അതിനർത്ഥം. നമ്മുടെ ഉള്ളിൽ നമ്മൾ സൃഷ്ടിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ, നമ്മളിപ്പോ നമുക്ക് ലൈബിലിറ്റി ഉണ്ടായിരിക്കാം, മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, റിലേഷൻഷിപ്പിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ ഈ ലോജിക്കിന് ബിയോണ്ട് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്, ഓക്കെ ഞാൻ ഇത്ര കാലം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഞാൻ ഇന്ന ഒരു വീട് ഞാൻ സ്വന്തമാക്കും, അല്ലെങ്കിൽ ഞാനൊരു കാർ സ്വന്തമാക്കും, അല്ലെങ്കിൽ ഇത്ര വരുമാനം എനിക്കുണ്ടാവും എന്ന് ഞാൻ ഇപ്പൊ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ 50 ലക്ഷം രൂപ കടത്തിലിരുന്നായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ ആ ചിന്ത നമ്മുടെ ഉള്ളിൽ ഏറ്റവും നന്നായിട്ട് പ്ലാന്റ് ചെയ്യാൻ സാധിച്ചാൽ, അതിൽ നമ്മൾ വിശ്വസിക്കാൻ സാധിച്ചാൽ, എവിടെ നിന്നെങ്കിലുമൊക്കെ അതിനൊരു സോഴ്സ് ഉണ്ടായി അത് വർക്കൗട്ട് ആവുന്ന ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇതാണ് ഫിഫ്ത്ത് ഡൈമെൻഷൻ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളെപ്പോഴും ഒരു ലോജിക്കിന് ബിയോണ്ട് ആയിട്ട്, ലോജിക്കിന് ബിയോണ്ട് വെച്ചാൽ നമ്മുടെ 5 സെൻസുകൾക്ക് മനസ്സിലാവുന്നതിനപ്പുറത്ത് ഉള്ള പോസിബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ആ പോസിബിലിറ്റിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് പോകുന്നത്, അതാണ് അതിനകത്തൊരു മാജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഈ അതിന്റെ ന്യൂറോ സയൻസ് എന്താണെന്നുള്ളത് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ആ മാനിഫെസ്റ്റേഷൻ മെട്രിക്സ് എന്ന് പറയുന്ന ആ ഒരു സെഷനിൽ ഫോൾഡർ 1 എന്ന് പറയുന്നതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ സമയം പോലെ അത് വിശദമായിട്ട് കാണാം. ഞാൻ അതിലേക്ക് മെയിനായിട്ട് പോകുന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ സഫർ ചെയ്യുന്ന ഒരു ഏരിയ, ആ ഒരു ഏരിയ ഒന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ഒരു അൾട്ടിമേറ്റ്ലി എന്താണ് നമ്മൾ എയിം ചെയ്യുന്നത്? ഇപ്പൊ ആദ്യം ഞാൻ ഈ മാനിഫെസ്റ്റേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം കുറെ പഠിച്ചു വന്ന സമയത്ത് കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി, പിന്നെ കിട്ടാതെ വന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറെ സാഹചര്യങ്ങൾ കടന്നുപോയി.
അപ്പൊ ആദ്യകാലത്ത് എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? ഓക്കെ, എനിക്ക് കുറച്ച് പണം വേണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് എനിക്ക് നല്ല വാഹനം വേണം, അല്ലെങ്കിൽ എനിക്ക് നമ്മളിങ്ങനെ ഓരോ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പൊസസ് ചെയ്യുന്നതിനെ പറ്റി ആയിരിക്കും നമ്മൾ ആദ്യം ചിന്ത, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ തീർക്കണം. ഇങ്ങനെയുള്ള നമുക്ക് ഭൗതികമായിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ ആദ്യം ശ്രമിക്കുന്നത്. അപ്പോ ഇത് നമ്മൾ ശ്രമിച്ചു വരും, നമുക്ക് ചിലപ്പോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ചില സമയത്ത് നമുക്കത് നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടാതെ വരുമ്പോഴത്തേക്ക് നമ്മളൊരു സൈക്കോളജിക്കൽ സഫറിങ്ങിലേക്ക് പോകും. എന്താണ് ഇത്, എനിക്ക് നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ, ഇപ്പൊ എനിക്ക് എന്താണ് ഇത് വർക്ക് ചെയ്യാത്തത് എന്നുള്ള ഒരു സൈക്കോളജിക്കൽ സഫറിങ്ങിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരിൽ ഇത് വർക്കാവുന്ന ഒരു കാലത്ത് വർക്കായിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഇത് വർക്കാവുന്നില്ല, എന്താണ് ഇതിന്റെ പ്രശ്നം? അപ്പോ അവര് ഒരു ലോജിക്കൽ തിങ്കിങ്ങിലേക്ക് പോവുകയും ആ ഒരു സഫറിങ് അവര് കൊണ്ടു നടക്കുകയും ചെയ്യും. ശരിക്കും ഇതിനകത്ത് എന്താണ് ഈ മാനിഫെസ്റ്റേഷനിൽ ആക്ച്വൽ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അറ്റൈൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഞാൻ സ്റ്റെപ്പുകൾ ഞാനിപ്പോ പറയുന്നുണ്ട്. എന്താണ് അറ്റൈൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ എന്ത് ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതായത് നമ്മുടെ ഫ്യൂച്ചറിലെ നമ്മൾ എങ്ങനെയാണ് നമ്മളെ കാണുന്നത്, നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്തായിരിക്കും, നമ്മൾ ആരോടൊപ്പം ആയിരിക്കും ഉണ്ടാവുക, നമ്മൾ എങ്ങനെയായിരിക്കും യാത്ര ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂടുമ്പോഴാണ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ആഗ്രഹിച്ച സോഴ്സിൽ നിന്ന് പണം വന്നിട്ടുണ്ടാവും. ഇതാണ് എല്ലാവരും അൾട്ടിമേറ്റ്ലി ആഗ്രഹിക്കുന്ന ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്, നല്ല ഒരു നമ്മൾ ആഗ്രഹിച്ച ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലൈഫ് സ്റ്റൈല് നമ്മളിപ്പോ ഇരുന്ന് ഈ ഒരു മൊമെന്റിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ആളുകൾക്ക് പൈസ കൊടുക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കും, ബിസിനസിന്റെ പ്രശ്നം ഉണ്ടായ ബിസിനസിന്റെ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കും, ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കും, എന്തെങ്കിലും റിലേഷൻഷിപ്പ് പ്രശ്നമുണ്ട് അതേക്കുറിച്ച് ചിന്തിക്കും. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഈ ഒരു വലിയ ഫ്യൂച്ചർ, നമ്മുടെ ആ ഒരു ഇതുവരെ നമ്മൾ പോവാത്ത ആ ഒരു നമ്മുടെ ഏറ്റവും നല്ല ഒരു വേർഷനെ നമുക്ക് നമ്മളിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റാതെ ഒരു സിറ്റുവേഷൻ വരും. കാരണം നമുക്ക് നമ്മുടെ ഇപ്പൊ ചുറ്റുപാടുമുള്ള നമ്മുടെ പ്രശ്നത്തിൽ കിടന്ന് നമ്മൾ കറങ്ങി കഴിയുമ്പോൾ, പക്ഷെ ഇതില് നമുക്ക് ഏറ്റവും നന്നായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ചിത്രങ്ങൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇതൊരു മോട്ടിവേഷന് വേണ്ടിയിട്ട് പറയുന്നതല്ല, ഇത് ഒരുപാട് തവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പല കാര്യങ്ങളും നേടാറുണ്ട്, പല കാര്യങ്ങളും നമ്മൾ പരാജയപ്പെടാറുണ്ട്. അതാണ് ശരിക്കും ലൈഫ് എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു ഹ്യൂമൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഹ്യൂമൻ എപ്പോഴും ഒരു മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ എപ്പോഴും ഇമോഷൻസ് ഉണ്ടാവും. ഇമോഷൻ ഇല്ലാതെ നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇമോഷൻസ് നമ്മളതിനെ തിരിച്ചറിയണം. അതായത് നമ്മൾ ചിലപ്പോ നല്ല മൂഡിൽ ഇരിക്കുന്ന സമയം ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ വളരെ ലോ ആയിട്ട് ചിന്തിക്കും, ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ നമുക്ക് പ്രഷർ തരുന്നുണ്ടാവും. പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ സ്ട്രെസ് എടുക്കും, അപ്പൊ അതനുസരിച്ച് നമ്മുടെ ഇമോഷൻസ് ചേഞ്ച് ചെയ്യാറുണ്ട്. ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക, ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഞാൻ എപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിൽ എപ്പോഴും വളരെ പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് വർക്കായിട്ടുള്ള പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ഈ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ തന്നെ, ഈ പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫ് ഒരു ബെറ്റർ ആക്കാം എന്നുള്ള ഒരു അപ്രോച്ചാണ് ഞാൻ എപ്പോഴും ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ജസ്റ്റ് ഒരു മോട്ടിവേഷൻ അല്ല, പക്ഷെ ഇതിലേക്ക് പോകാം എന്നുള്ളതാണ്. ഞാൻ ഇത് മാത്രമല്ല, ഈ ക്ലാസ്സിന്റെ അവസാനം ഞാനൊരു നമ്മുടെ ക്ലാസ്സുകളിൽ പറയുന്നത് പോലെ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡെമോയും ഞാൻ കാണിച്ചത്. അപ്പൊ ബാക്കിയുള്ളവർക്ക് അതിനകത്തുനിന്ന് പഠിക്കുകയും ചെയ്യാം. അപ്പൊ അതും ഇന്നത്തെ ഒരു സെഷന്റെ ഒരു കാര്യമാണ്. അപ്പൊ ഒരാൾക്ക് ആ ഒരു ഇത് എനിക്ക് കൊടുക്കാൻ പറ്റും, ബാക്കിയുള്ളവർ അതനുസരിച്ച് അവർ ഫോളോ ചെയ്താൽ മതി. നമുക്ക് ഇതിന്റെ ഒരു സ്റ്റെപ്പുകൾ എന്താണ്, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നുണ്ടോ? അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഒരു സ്റ്റെപ്പുകളിലേക്ക് കിടക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഉദാഹരണത്തിന് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ നിങ്ങളൊരു സമ്പത്തിനെ കുറിച്ചാണ് നിങ്ങൾ കാണുന്നതെന്ന് വിചാരിക്കുക. അപ്പം വളരെ സിമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങൾക്കിപ്പോ പണം, ഇപ്പൊ എല്ലാവർക്കും പണത്തിന്റെ ആവശ്യമൊന്നുമില്ലെങ്കിലും ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന കാര്യം സ്വാഭാവികമായിട്ടും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ലോജിക്കലി നമുക്ക് കിട്ടുന്ന ഒരു കാര്യം നമുക്ക് ആർക്കും ആലോചിക്കാം, പ്രശ്നമൊന്നുമില്ല. കാരണം ഇപ്പൊ നമ്മുടെ കയ്യിൽ പൈസയുണ്ട്, നമുക്കിപ്പോ പോയിട്ട് എന്റെ കയ്യിൽ ഇപ്പൊ 1 കോടി രൂപയുണ്ട്, എനിക്ക് പോയിട്ട് ഇപ്പൊ ഒരു BMW വാങ്ങുന്നതിന് എനിക്കൊരു പ്രശ്നമില്ല. അതിന് പ്രത്യേകിച്ച് പ്രശ്നമുള്ള കാര്യമാണ്. ലോജിക്കലി എന്റെ അക്കൗണ്ടിൽ പൈസ കിടപ്പണമെന്ന് എനിക്കറിയാം, എനിക്ക് പോയി ആ വണ്ടി എപ്പോ വേണേലും വാങ്ങാം, അത് വളരെ നടക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മളിവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, കുറച്ച് താരതമ്യേന നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള നമ്മുടെ
കാര്യങ്ങൾ അതിലേക്ക് നമുക്ക് എങ്ങനെ നമ്മൾ എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനകത്ത് ഒന്നെന്ന് പറയുന്നത് നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ചിന്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇതിനകത്ത് എന്താന്ന് വെച്ചാൽ ഒന്നെന്ന് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് എന്താണ് നമുക്ക് വേണ്ടത് എന്നൊന്ന് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മുടെ ബ്രെയിന് സയന്റിഫിക്കലി പറഞ്ഞാൽ നമ്മളുടെ ബ്രെയിന് വളരെ ക്ലാരിറ്റി ഇതിന് വളരെ ആവശ്യമാണ്. നമ്മൾ ഒരിക്കലും വേഗ് ആയിട്ട് ഒരു ഒരു എമൗണ്ടോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്കോ പോകരുത്. ഉദാഹരണത്തിന് ഒരു വീടാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വീടിനെ കുറിച്ച് എത്ര ഡീറ്റെയിൽ നമുക്ക് പറയാൻ പറ്റുമോ അത്രയും ഡീറ്റെയിൽ നമ്മളൊരു പേപ്പർ എടുത്ത് എഴുതി വെക്കുക. ഒരിക്കലും മനസ്സിനെ ആശ്രയിക്കരുത്. കാരണം മനസ്സെന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളെപ്പോഴും ഒരു പേപ്പറിൽ എടുത്തിട്ട് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് ചെയ്യുക. എന്താണ് ഒരു വീടിനെ കുറിച്ചുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന വീടിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്താണ്, എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, അത് എവിടെയായിരിക്കും, എത്ര നിലയാണ്, എന്തായിരിക്കും അതിനുണ്ടാവുന്ന കളർ ഉണ്ടാവുക, എങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ മുറികളുടെ ഒരു രീതികൾ, പിന്നെ എങ്ങനെ അതിന്റെ ഒരു ലേ ഔട്ട് എങ്ങനെയായിരിക്കും, ഇതെല്ലാം ഏറ്റവും സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു പേപ്പറിൽ എഴുതുക എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഒരു പണമാണെന്ന് വിചാരിക്കുക. പണമാണെങ്കിൽ ആ പണം എത്രയാണ്, ആ പണം നമ്മൾ ആഗ്രഹിക്കുന്ന ആ പണം എങ്ങനെയാണ്, ആ പണം എങ്ങനെയാണ് നമ്മൾ വിനിയോഗിക്കാൻ പോകുന്നത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പണം ഇങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ചിലപ്പം പണം വരും, പക്ഷെ അത് നമ്മൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ പണം എങ്ങനെയാണ് നമ്മൾ വിനിയോഗിക്കാൻ പോകുന്നത് അത് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് എഴുതി. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞപ്പോ രതീഷ് പറയാണ് 20 ലക്ഷം രൂപയാണ്. ആ 20 ലക്ഷം രൂപ രതീഷ് കാണുമെങ്കിൽ രതീഷിന് ആ 20 ലക്ഷം രൂപയുടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. അപ്പൊ അതെങ്ങനെയായിരിക്കും, എന്താണ് ആ 20 ലക്ഷം രൂപ, എങ്ങനെയാണത് വിനിയോഗിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതി വെക്കുക. ആ ഓരോ പൈസയും എങ്ങനെയായിരിക്കും നമ്മൾ വിനിയോഗിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതി വെക്കുക. ഇനി നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് വിചാരിക്കുക, നല്ലൊരു ബന്ധം, നല്ലൊരു പാർട്ട്ണറെ നമ്മൾ കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ ആ ആ എന്തായിരിക്കും ആ പാർട്ട്ണറിൽ നിന്ന് നമ്മൾ എക്സ്പീരിയൻസിന് ഫീലിംഗ് എന്തായിരിക്കും, എത്ര നന്നായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ അതിനെ ഒരു പേപ്പറിൽ നമ്മൾ എഴുതി വെക്കുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഇനി ആ ഹെൽത്തിനെ കുറിച്ചാണെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് എങ്ങനെയായിരിക്കും, എന്തായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഒരു പേപ്പർ എഴുതി വെക്കുക എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അതിന് വളരെ വളരെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. നമ്മുടെ ടാർഗറ്റ് എന്താണെന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. നമുക്ക് എന്താണ് വേണ്ടത് അത് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് എഴുതുക, ഏറ്റവും വ്യക്തമായിട്ട് അതിനെ ഏറ്റവും നന്നായിട്ട് എഴുതുക എന്നുള്ളതാണ് അതിന് നമ്പർ 1. ഇനി അടുത്തത് ഈ നമ്പർ 1നോട് ചേർന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കണം. അപ്പൊ ബ്രെയിനിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 20 ലക്ഷം രൂപ ഒരാൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ 20 ലക്ഷം രൂപ ഇപ്പൊ നമ്മുടെ ബ്രെയിനിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആലോചിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും കിട്ടുക, അതിനെന്തെങ്കിലും വഴിയുണ്ടോ, എനിക്കിപ്പോ അതിനൊരു വഴി കാണുന്നില്ലല്ലോ എന്ന് നമ്മുടെ മനസ്സ് എപ്പോഴും നമ്മൾ പറയും. ഇപ്പൊ ഒരു വീടിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വീടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്, അപ്പൊ അത് എങ്ങനെയായിരിക്കും അതിലേക്ക് വരിക, അതിനുള്ള പൈസ ഉണ്ടാവുമോ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും, ഇത് നമ്മുടെ ലോജിക്കൽ മൈൻഡ് ഇടയ്ക്ക് നമുക്കിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്കിത് കൃത്യമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയാത്തതിന്റെ ഒരു കാരണം നമ്മുടെ ലോജിക്കൽ മൈൻഡാണ്. അതൊരു കുഴപ്പമല്ല, നമുക്ക് എപ്പോഴും ലോജിക്കൽ മൈൻഡ് വേണം. പക്ഷെ ഈ ലോജിക്കൽ മൈൻഡ് എപ്പോഴും നമുക്ക് ഇതിന്റെ ലോജിക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ലോജിക്കൽ മൈൻഡിനെ നമ്മൾ അതിനെ സബ്സൈഡ് ചെയ്താലാണ് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനാണ് ഇപ്പൊ നിങ്ങൾ ബ്രെയിൻ റീവയറിംഗ് മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിനകത്ത് നമ്മുടെ ഫോൾഡർ 6 ബ്രെയിൻ റീവയറിംഗ് മെഡിറ്റേഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ ബ്രെയിൻ റീവയറിംഗ് മെഡിറ്റേഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോജിക്കൽ മൈൻഡിനെ ഏറ്റവും കുറച്ച് കൊണ്ടുവരിക. അപ്പൊ നമ്മുടെ ബോഡി ഏറ്റവും റിലാക്സ് ആയിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ആ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഇത് കേൾക്കുക ഞാൻ ഈ പറയുന്ന കാര്യം. അതിനുശേഷം ഞാൻ ഒരു പ്രാക്ടിക്കൽ സെഷൻ ഇവിടെ ഒരാൾക്ക് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്യുക ഞാൻ ഈ പറയുന്നത്. അപ്പൊ നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യും, നമ്മുടെ ബോഡി റിലാക്സ് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് ലോജിക് കുറവുള്ളത്. അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന ഒരു സമയം, ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോജിക്കൽ മൈൻഡ് പതുക്കെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. അപ്പൊ ആ സമയത്താണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. ഇനി അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം,
അതുപോലെ തന്നെ നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു ഫിസിക്കൽ എക്സസൈസ് ചെയ്തിട്ടുള്ള സമയം, നമ്മൾ വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ ഓടുക, നമ്മൾ നന്നായിട്ട് ഈ ബ്രീത്ത് ഒക്കെ എടുത്തിട്ട് ചെയ്യുന്ന എക്സസൈസ് ഒക്കെ ചെയ്തതിന് ശേഷം ആ സമയം നമ്മുടെ ബോഡി വളരെ റിലാക്സ്ഡ് ആയിരിക്കും. ആ സമയത്ത് നമ്മുടെ ലോജിക്കൽ മൈൻഡ് വളരെ കുറവായിരിക്കും. അപ്പൊ ഈ സമയമാണ് നമ്മൾ എപ്പോഴും ഇതിനു വേണ്ടി ചൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. നമ്മൾ അവിടെ ഇരുന്നിട്ടാണ് നമ്മളിലേക്ക് ഈ ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ഇവിടം വരെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ അവിടുന്ന് നമ്മുടെ ലോജിക്കൽ മൈൻഡിൽ നിന്ന് നമ്മുടെ ഇപ്പോഴത്തെ എക്സ്റ്റേണൽ സിറ്റുവേഷനിൽ നിന്ന് നമ്മളെ ഒന്ന് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഐഡന്റിറ്റിയിൽ നിന്ന് നമ്മളങ്ങ് മാറുക. ഐഡന്റിറ്റിയിൽ നിന്ന് മാറുക എന്ന് പറയാൻ മറ്റൊന്നുമല്ല, നമ്മളിങ്ങനെ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലായിരിക്കുമ്പോഴത്തേക്കും, അവിടെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ ആരാണ്. ഇപ്പൊ ഞാനെന്ന് വെച്ചാൽ ഞാൻ മനുവാണ്. എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്. എനിക്കിത് കഴിഞ്ഞിട്ട് എനിക്ക് ബാങ്കിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ ക്ലയന്റിനെ വിളിക്കാറുണ്ട്, മീറ്റിങ്ങുകളുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ എക്സ്റ്റേണൽ വേൾഡുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആവും. ഇപ്പൊ രതീഷ് ചിന്തിക്കുകയാണ്, രതീഷ് ഇപ്പൊ 20 ലക്ഷം രൂപയെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും രതീഷ് ചിന്തിക്കുകയാണ്, ഈ പൈസ എങ്ങനെയായിരിക്കും വരാനുണ്ടാവും, എനിക്ക് ഈ പൈസ കിട്ടേണ്ട ആവശ്യമുണ്ടല്ലോ, ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും രതീഷ് വളരെ ലോജിക്കലായിട്ട് പോകുന്നു. രതീഷിന്റെ ഐഡന്റിറ്റി, രതീഷ് എന്ന ആളെയാണ് രതീഷ് അവിടെ ചിന്തിക്കുന്നത്. അപ്പൊ അതിന് പകരം നമ്മൾ ഈ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മളെ ഒന്ന് വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊന്ന് ഡിസ്കണക്ട് ചെയ്യുക. ഡിസ്കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മൾ കാണേണ്ടത് ഒരു പ്യുവറസ്റ്റ് ഫോം ഓഫ് എനർജി ആയിട്ട് കണ്ടു നോക്കുക. അതായത് നമ്മളെന്ന് പറയുന്ന ആൾക്ക് പേരില്ല, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുന്നില്ല, നമ്മളൊരു ജോലി ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒരു പ്യുവറസ്റ്റ് എനർജി ആയിട്ട് നമ്മൾ കണ്ടു നോക്കുക. പ്യുവറസ്റ്റ് എനർജി ആയിട്ട് കാണാൻ സമയത്ത് നമുക്കൊരു ലൈറ്റ് ആയിട്ട് കാണാം. അതായത് ഐഡിയ എന്ന് പറയുന്നത്, നമ്മൾ എന്ന് പറയുന്ന ആളെ നമ്മൾ വിട്ടുകളയുക. നമ്മൾ വിട്ട് കളഞ്ഞിട്ട് നമ്മളൊരു എനർജി ഫോം ആയിട്ടൊന്ന് കണ്ടു നോക്കുക അവിടെ. അപ്പൊ അവിടെ നമ്മളവിടെ നോബഡി ആണ്, നോ ടൈം ആണ്, നത്തിങ് ആണ്, നമ്മൾ ആരാണെന്നോ ഇതൊന്നും അവിടെ ഒരു ലോജിക്കാണ്. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാല് നമ്മുടെ പഴയ സ്റ്റോറിയിൽ നിന്ന്, അതായത് നമ്മൾ ഇതുവരെ അനുഭവിച്ചു വന്നിട്ടുള്ള നമ്മുടെ പഴയ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ഈ മൂവ് ബിയോണ്ട് യുവർ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെയാണ് നമ്മുടെ ഫ്യൂച്ചർ ഇമോഷനെ നമ്മളിലേക്ക് പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അതായത് ട്യൂൺ ഇൻ ടു ദ ഫീലിംഗ് ഓഫ് യുവർ ഫ്യൂച്ചർ. നമ്മുടെ ഫ്യൂച്ചറിലെ ഫീലിംഗിലേക്ക് നമ്മളെ ട്യൂൺ ചെയ്യുന്ന ഒരു സമയമാണിത്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുള്ള ആ കാര്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇപ്പൊ ഒരു വീടാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി നമ്മൾ ആ വീട്ടിൽ ഇപ്പോൾ ഈ സമയത്ത് ആ വീട്ടിലേക്ക് നമ്മൾ കയറുന്നത് പോലെ ആ വീടിന്റെ പുതിയ പെയിന്റിന്റെ മണവും അതിന്റെ കളറും, അവിടെ ആരൊക്കെ ഉണ്ടെന്നും, അവിടുത്തെ ഭക്ഷണത്തിന്റെ ആ ഒരു മണവും, അവിടുത്തെ ഭക്ഷണം രുചിക്കുന്നതും, നമ്മൾ അവിടുത്തെ ഏറ്റവും നല്ല ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോഫ സെറ്റിൽ ഇരിക്കുന്നതും, അതിന്റെ ആ ആ ഒരു കംഫർട്ടും, അവിടുത്തെ ആ ഒരു എയർ കണ്ടീഷന്റെ തണുപ്പും ഏറ്റവും നമ്മൾ നന്നായിട്ട് ആസ്വദിക്കുക എന്ന് വെച്ചാൽ നമ്മൾ റിയൽ ആയിട്ട് അത് ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെ, അതായത് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്നതല്ല, ഇപ്പൊ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പൊ നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മുടെ വിൻഡോയിൽ നിന്ന് എന്ത് വ്യൂ ആണ് കാണുന്നത്, നമ്മുടെ ബാക്ക് യാർഡും നമ്മുടെ ഫ്രണ്ടിലെ ഗാർഡൻ ഒക്കെ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇത് എന്താണ് നമ്മുടെ വ്യൂ, ഇതൊക്കെ നമ്മൾ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മുടെ ബോഡിയിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അവിടേക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എൻഡ് ഇമോഷൻ എന്താണോ ആ എൻഡ് ഇമോഷനെ നമ്മൾ ഏറ്റവും നന്നായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് പ്ലാൻ ചെയ്യാമെന്നാണ്. ഇനിയിപ്പോ സമ്പത്താണെന്ന് വിചാരിക്കും. ഇപ്പൊ രതീഷ് പറഞ്ഞ പോലെ 20 ലക്ഷം രൂപയാണ് എന്ന് വിചാരിക്കുക. ഓരോരുത്തർക്കും ഓരോ എമൗണ്ട് ആയിരിക്കും. ആ എമൗണ്ട് ആണെങ്കിൽ ആ എമൗണ്ട് നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ക്യാഷ് ആയിട്ടാണോ അതോ നമ്മുടെ അക്കൗണ്ടിലേക്കാണോ വരുന്നത്? അപ്പൊ നമ്മുടെ അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു. അത് വളരെ സത്യസന്ധമായ രീതിയിൽ നമ്മളിലേക്ക് ആ അക്കൗണ്ടിൽ ആ പൈസ വരുന്നു. ആ പൈസ ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുകയാണ്. അപ്പൊ നമ്മൾ അത് കിടന്നു കഴിയുമ്പോഴത്തേക്കും എന്താണ് നമ്മൾ ആ പണം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് നമ്മൾ ചിന്തിക്കുക. നമ്മൾ ആ പണം കൊണ്ട് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അപ്പോ നമ്മളിങ്ങനെ നോക്കുക, ആ പണം ഇപ്പൊ നമ്മുടെ കയ്യിൽ ആ പണം കിട്ടിയിരിക്കുന്നു, എന്റെ അക്കൗണ്ടിൽ ആ പൈസ കിടക്കുകയാണ്, അപ്പൊ എനിക്ക് അതിന്റെ ഒരു റിലീഫ് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ഇനി ആ പണം ഇനിയിപ്പൊ ഞാൻ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് വാങ്ങാനാണെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പൊ നമ്മൾ ആ പണം ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്, നമ്മളതൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇടുകയാണെങ്കിൽ അത് ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇടുന്നു. അപ്പൊ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു ഫീലിംഗ് എന്താണെന്നുള്ളത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. ഇപ്പൊ നമ്മൾ നമുക്ക് ചിലപ്പോൾ ആർക്കെങ്കിലും പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ ആ പൈസ കൊടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫീലിംഗ് കിട്ടും. നമ്മൾ വാങ്ങിച്ച പൈസയാണ്, ആ ഒരു ഇടപാട് തീർത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്. ഇപ്പൊ ബാങ്കിലാണെങ്കിൽ നമ്മളൊരു വലിയ ലോൺ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്, ആ ഫീലിംഗ്
ഏറ്റവും നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുക, നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ പഠിപ്പിക്കുക. അതായത് ഇപ്പം ഈ നിമിഷം ഇവിടെ ഇപ്പൊ നടന്നതുപോലെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഏറ്റവും നന്നായിട്ട് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഈ പറയുന്ന നമ്മുടെ എല്ലാ സെൻസസിനെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ അത് എൻഗേജ് ചെയ്യാനായിട്ട്. നമ്മളവിടുത്തെ സ്മെൽ എന്താ, പണമാണെന്നുണ്ടെങ്കിൽ ആ പണം ക്യാഷ് ആണ്, അതിന്റെ സ്മെൽ എന്തായിരിക്കും, അല്ലെങ്കിൽ അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പണം ഓരോരുത്തർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ വളരെ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ അതാണ്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫ്യൂച്ചർ വൈബ്രേഷനുമായിട്ട് നമ്മൾ അവിടെ മാച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇത്. അതായത് നമ്മുടെ ഫ്യൂച്ചറിൽ എന്തായിരിക്കും അത് നമ്മളിപ്പം കറക്റ്റ് അതേ കാര്യം നമ്മുടെ ബോഡിയെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പൊ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമായി മാറി. അതായത് നമ്മൾ ചിലപ്പം ഇതെങ്ങനെ എന്ന് വിചാരിച്ചിരിക്കുന്ന ബോഡി ഇപ്പോൾ ഓൾറെഡി ചിന്തിച്ചു തുടങ്ങുന്നത് ഇത് ഓൾറെഡി നടന്നു കഴിഞ്ഞതുപോലെയാണ് നമ്മുടെ ബോഡി ഓൾറെഡി ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ അവിടുത്തെ വൈബ്രേഷൻ, ഫ്യൂച്ചറിലെ വൈബ്രേഷനുമായിട്ട് നമ്മൾ അവിടെ മാച്ച് ആയി എന്നുള്ളതാണ്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ നല്ല വൈബ്രേഷനിൽ ഇരിക്കുകയാണ്, ആ ഒരു ഫ്യൂച്ചർ വൈബ്രേഷൻ നമ്മുടെ ബോഡിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. നമ്മൾ വളരെ നല്ല പോസിറ്റീവായിട്ട് നമ്മുടെ ഉള്ളിലായിരിക്കുകയാണ്. ഇനി അതിനെ ഇതൊരു ഇമോഷണൽ സിഗ്നേച്ചർ ആയിട്ട് നമ്മുടെ ബോഡിയിൽ നിൽക്കുകയാണ്. ആ ഇമോഷണൽ സിഗ്നേച്ചറിനെ നമ്മൾ പുറത്തേക്ക് അങ്ങ് റിലീസ് ചെയ്ത് കളയാം. അതായത് നമ്മൾ ആമസോണിൽ ഒരു കാര്യം ഓർഡർ ചെയ്യുന്നത് പോലെ നമ്മൾ ആ എനർജീനെ നമ്മുടെ ബോഡിയിൽ അങ്ങ് റിലീസ് ചെയ്ത് കളയുക. അപ്പോ അത് വളരെ സുഖകരമായ ഒരു ഫീലിംഗ് ആണ്. കാരണം നമുക്ക് നല്ല വൈബ്രേഷൻ ആയിരിക്കും. നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഏറ്റവും ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ഫ്യൂച്ചർ, നമ്മൾ ആ ഒരു വീട് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പണം നമ്മുടെ കയ്യിലുണ്ട്, ആ പണം നമ്മൾ ഉപയോഗിച്ച രീതിയിൽ, നമ്മൾ വിചാരിച്ച രീതിയിൽ അതിനെ നമ്മൾ വിനിയോഗിച്ചു കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു വൈബ്രേഷൻ ഏറ്റവും നന്നായിട്ട് നമ്മുടെ ബോഡിയിൽ നിൽക്കുക. ആ വൈബ്രേഷനെ നമ്മൾ അതേപോലെ പുറത്തേക്ക് വിടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ ഓൾറെഡി ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ആ ഒരു എനർജി എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോ അപ്പൊ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു എനർജിക് വൈബ്രേഷൻ നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോയി. ആ അപ്പൊ നമ്മൾ ആ ബോഡിയിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളോടുള്ള ആ ഒരു സ്നേഹവും ഒരു സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നമ്മൾ ബോഡിയിലേക്ക് കൊടുക്കണം. കാരണം നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന എന്താണ്, നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നമുക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മളോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഒരു ഇതുണ്ടാവും. അത് നമ്മൾ എപ്പോഴും നമ്മുടെ അടുത്ത് കൊടുത്തോണ്ടിരിക്കുക. ഓ, വളരെ താങ്ക് യു സോ മച്ച്, എനിക്കത് കിട്ടിയല്ലോ എന്ന് പറയുന്ന ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളിലേക്ക് കൊടുത്തോണ്ടിരിക്കുക, ആ ഒരു വൈബ്രേഷൻ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നാലാമത്തെ സ്റ്റെപ്പ് നമ്മളിപ്പോ പറഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പാണ് ഇതിൽ ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് സെൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആമസോണിലേക്ക് നമ്മൾ ഓർഡർ പോയി കഴിഞ്ഞു. ഇപ്പൊ ആമസോണിലേക്ക് നമ്മൾ ഓർഡർ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇനി വരുമോ, അല്ലെങ്കിൽ അത് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്തയ്ക്ക് അവിടെ പ്രസക്തിയില്ല. കാരണം നമുക്കറിയാം ഓർഡർ പോയാൽ അത് തീർച്ചയായിട്ടും അവർ ഡെലിവറി ചെയ്യും നമുക്കറിയാം. അപ്പൊ ഹോട്ടലിൽ പോയിട്ട് നമ്മളിപ്പോ ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം എപ്പോഴും കിച്ചണിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. അവർ തരുമോ, തരാതിരുന്ന എന്ത് ചെയ്യും എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്തായാലും സാധാരണഗതിയിൽ കൊണ്ട് തരാറുണ്ട്. ഇപ്പൊ എന്നതുപോലെ നമുക്കിവിടെ എല്ലാ ആളുകൾക്കും പറ്റുന്ന ഒരു പ്രശ്നം, ഇപ്പൊ നമ്മൾ 20 ലക്ഷം രൂപയാണ്, ആ ഒരു രൂപയുടെ കാര്യം നമ്മൾ ചിന്തിച്ചു, നമ്മൾ ഈ പറഞ്ഞ പ്രവൃത്തി എല്ലാ ദിവസവും ചെയ്തു, പിന്നെ നമ്മളിങ്ങനെ ആഗ്രഹിക്കും ഇതിന്റെ ഒരു ഐഡിയയും കാണുന്നില്ലല്ലോ, ഒരു ലക്ഷണവും കാണുന്നില്ലല്ലോ, പൈസ വരുന്ന ഒരു വഴിയും കാണുന്നില്ലല്ലോ, ഇതിപ്പോ വെറുതെ ആവുമോ, അങ്ങനെ ഒരു സെൽഫ് ഡൗട്ട് നമ്മളിലേക്ക് തോന്നി തുടങ്ങി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക, നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത് ഇല്ലായ്മയിലേക്ക് പോകരുത്. അതായത് ഈ നമ്മൾ ഒരു സ്റ്റേറ്റ് ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്തത്, നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് നമുക്ക് പൂർണ്ണമായും നമ്മൾ കിട്ടി. ആ കിട്ടിയ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് ആണ് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ബോഡിയിൽ കൊണ്ടുവന്നത്. അതിനുശേഷം അടുത്ത ദിവസം നമ്മൾ ആ ഇല്ലായ്മ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, അയ്യോ അത് വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ ആ ഒരു സംശയത്തിന്റെ ഇമോഷൻ നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പ്രശ്നത്തിലേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ ബോഡി വീണ്ടും കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിനൊരു സറണ്ടർ മോഡ് എന്ന് പറയും. അത് നമ്മൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പീക്ക് പെർഫോം ചെയ്യുന്ന പൊളിറ്റീഷ്യൻസും സെലിബ്രിറ്റീസും സ്പോർട്സ് പേഴ്സണും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, അവരതിന്റെ റിസൾട്ട് എന്ന് പറയുന്നതിനെ നോക്കാറില്ല, അവരുടെ ബെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളിവിടെ നമ്മുടെ ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഏറ്റവും നന്നായിട്ട് ആ വൈബ്രേഷൻ മാച്ച് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ റിസൾട്ട് എന്നുള്ളത് അത് തന്നെ യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിക്കുക ചെയ്യുന്നത്. അപ്പൊ റിസൾട്ട് വന്നില്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾക്ക് ഇതിനകത്ത് നമ്മുടെ ഈ 21 ഡേയ്സിനകത്ത് നമ്മൾ പറയുന്നുണ്ട്, ബിക്കം ആൻ ഇൻവേഴ്സ് പാരനോയിഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. എല്ലാ ക്ലാസ്സിലും അത് പറയുന്നുണ്ട്, ബിക്കം ആൻ ഇൻവേഴ്സ് പാരനോയിഡ്. അതായത് നമുക്കൊരു കാര്യം നമ്മൾ ആഗ്രഹിച്ചത് നടന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു ഒരു തടസ്സം നേരിട്ടാൽ അതിന്റെ അർത്ഥം അതിനേക്കാൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അതിന് ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ളതാണ്.
എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ കണ്ടു നോക്കുക. ഇപ്പൊ ലെറ്റ് ഗോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സറണ്ടർ മോഡ് എന്നുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഇത് ഗ്രാസ്പ് ചെയ്യാൻ കുറച്ച് പാടാണ്. അത് നന്നായിട്ട് പരിശീലിച്ചാൽ മാത്രമാണ് നമുക്കത് കിട്ടുള്ളൂ. ഇതാണ് ഇതിന്റെ ഏറ്റവും സുഖകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു സറണ്ടർ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ അത് വരുമോ വരാതിരിക്കോ അത് യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തും. അപ്പൊ അത് ആ യൂണിവേഴ്സ് നമ്മൾ വിട്ടുകൊടുത്തിട്ട് നമ്മൾ ഏറ്റവും ആ ഒരു സറണ്ടർ മോഡ് നമ്മൾ എൻജോയ് ചെയ്യുക. അതായത് നമ്മുടെ ഒരു നീഡിൽ നിന്ന് നമ്മൾ അങ്ങ് ഡിറ്റാച്ച് ചെയ്തു. ഓഫ് കോഴ്സ് നമുക്കറിയാം നമുക്ക് ആ പൈസക്ക് ആവശ്യമുണ്ടെന്നുള്ളത് 100% ശരിയാണ്. അതിനകത്ത് ഒരു തെറ്റുമില്ലാത്ത കാര്യം, പൈസ വേണം. പക്ഷെ നമ്മളത് വേണം എന്ന് പറഞ്ഞിട്ട് അയ്യോ എനിക്ക് ഇതുവരെ വന്നില്ല, ഞാൻ രാവിലെ മെഡിറ്റേറ്റ് ചെയ്ത് ഉച്ചയായപ്പോഴത്തേക്കും പൈസയുടെ ലക്ഷണം കാണുന്നില്ലല്ലോ എന്ന് നമ്മളിലേക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ ചിന്തിച്ചോണം, നമ്മൾ അലൈൻമെന്റിന് പുറത്തായി. നമ്മൾ അലൈൻഡ് ആവുന്നത് നമ്മുടെ ഫ്യൂച്ചർ സെൽഫുമായിട്ടാണ്, നമ്മുടെ ഫ്യൂച്ചർ ഗോളുമായിട്ടാണ് എപ്പോഴും നമ്മൾ അലൈൻഡ് ആയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ട്രൈ ചെയ്യുക, നമ്മൾ ആ ഫ്യൂച്ചർ സെൽഫിലേക്ക് അലൈൻഡ് ആവാനായിട്ട് ട്രൈ ചെയ്യുക. നമ്മൾ വിചാരിക്കുക ഇത് എന്നിലേക്ക് സംഭവിക്കട്ടെ, നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യം നമ്മളിലേക്ക് സംഭവിക്കട്ടെ, അല്ലെങ്കിൽ ഇത് എന്നിലേക്ക് സംഭവിക്കട്ടെ എന്നുള്ള ഒരു തോട്ടിലേക്ക് നമ്മളെ വിടുക എന്നുള്ളതാണ് ഈ സറണ്ടർ മോഡ് എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ സ്റ്റെപ്പിലാണ് നമുക്കൊരു ഇൻസ്പയർഡ് ആക്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യവും ചെയ്തു, നമ്മളൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് വരുന്നു, നമ്മളെ എക്സ്റ്റേണൽ കണ്ടീഷനിൽ നിന്ന് നമ്മൾ ഡിസ്കണക്ട് ചെയ്തു. മൂന്നാമത് നമ്മള് നമ്മളിലേക്ക് നമ്മുടെ ഐഡിയ എന്താണെന്നുള്ളത് നമ്മൾ പ്ലാന്റ് ചെയ്തു. ആ, അടുത്തത് നമ്മൾ അതിനെ യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുത്തു. ആ ഒരു എനർജി, ആ ഒരു വൈബ്രേഷണൽ മാച്ച്, നമ്മുടെ ആ ഒരു വൈബ്രേഷൻ നമ്മൾ പുറത്തേക്ക്, നമ്മുടെ ആ ഒരു എനർജി നമ്മൾ പുറത്തേക്ക് കൊടുത്തു. അടുത്തത് നമ്മൾ ലെറ്റ് ഗോ പ്രാക്ടീസ് ചെയ്തു. അതായത് ഓക്കെ റിസൾട്ട് വന്നോട്ടെ, നമ്മൾ ആ റിസൾട്ടുമായിട്ട് അധികം അറ്റാച്ച്ഡ് ആവുന്നില്ല, അത് വരട്ടെ, അതിന്റെ സമയത്ത് വരട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു. അടുത്തതാണ് ഇതിലെ ആക്ഷൻ പാർട്ട്. അതായത് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ, അതായത് വെറുതെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയോ? അതല്ല, ഇത് നമ്മൾ ഇത്രയും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ചിന്തിക്കുന്നത് ഇതിപ്പോ 5000 സ്ക്വയർ ഫീറ്റ് വീടുള്ള ആളായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ 20 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ഒരാളാണ് എന്ന് ബോഡി പലതവണ ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം ബോഡിക്ക് അറിയില്ല ഇത് ഇമാജിനറി ആണോ ആക്ഷൻ ആണോ എന്നുള്ളത്. അപ്പൊ നമ്മുടെ ബോഡി ഇത് ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ബോഡി ചില മെസ്സേജസ് നമുക്ക് തരും. അതായത് ഓക്കെ ഇന്നതാണ് ചെയ്യേണ്ടത്, അതായത് ഇന്നയാളെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഒരു ആക്ഷൻ, ഇന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ വീടാണെന്നുണ്ടെങ്കിൽ ആ വീടിന്റെ ആദ്യ പടി എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിലേക്ക് ഒന്ന് പോയി നോക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിന് ആ വീട് വെക്കാൻ നല്ലൊരു പ്ലോട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അതിന്റെ ഫസ്റ്റ് ആക്ഷനുള്ള മെസ്സേജ് എപ്പോഴും നമ്മുടെ മനസ്സ് തരും. അപ്പൊ നമ്മൾ ആ ഒരു ആക്ഷൻ നമ്മൾ എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും എന്തിനാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഒന്നും ആയിട്ടില്ലല്ലോ, പൈസയൊന്നും ആയിട്ടില്ലല്ലോ, പിന്നെ വെറുതെ എന്തിനാണ് ഒരാളെ കൊണ്ടുവന്ന് സ്ഥലമൊക്കെ കാണിക്കുന്നതിന്റെ ആവശ്യമുണ്ടോ ചിലപ്പോൾ നമ്മൾ തോന്നും. പക്ഷെ അത് നമ്മൾ ഡിസ്മിസ് ചെയ്ത് അത് നമ്മൾ ചെയ്യുക. ആ ഒരു ആദ്യത്തെ ആക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് ആക്ഷൻ നമ്മളിൽ നിന്ന് വരുന്നത് നമ്മൾ ഒരിക്കലും ഡിസ്മിസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതെപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കും എന്തിനാണ് അത് ചെയ്യുന്നത്, അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോൾ നമ്മൾ തോന്നും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പൊ നമുക്ക് വരുന്ന ഇൻസ്പയർഡ് ആക്ഷൻ ആണ് പറയുന്നത്. അപ്പൊ ആ ഇൻസ്പയർഡ് ആക്ഷൻ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാര്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരുന്നത് ആ ഒരു ഇൻസ്പയർഡ് ആക്ഷൻ എന്നാണ്. അപ്പൊ ആദ്യത്തെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്നാണ്. നമ്മൾ ചിലപ്പോഴും എല്ലാവരും ചോദിക്കും ചില കാര്യങ്ങൾ വരുമ്പോൾ, സാർ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഫുൾ ഐഡിയ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? ഇപ്പൊ നമുക്കിപ്പോ ഇവിടുന്ന് നമ്മൾ ബാംഗ്ലൂർക്ക് രാത്രിയിൽ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചിലപ്പോൾ ഒരു 200 മീറ്ററോ അല്ലെങ്കിൽ ഒരു 150 മീറ്ററോ ആയിരിക്കും നമുക്ക് ഒരു കാറിൽ കാണാൻ പറ്റുക. നമ്മൾ കാർ മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് റിവീൽ ആവുന്നത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനപ്പുറത്തേക്കുള്ള ഡിസ്റ്റൻസിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മാറ്റിയാൽ മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഇൻസ്പയർഡ് ആക്ഷൻ ആണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ബോഡി ചിന്തിക്കുന്നത് ഇത് 5000 സ്ക്വയർ ഫീറ്റ് വീടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ 20 ലക്ഷം രൂപയുള്ള ഒരാളാണ് എന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് കിട്ടുന്ന ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തുനിന്നാണ് അടുത്ത സ്റ്റെപ്പ് ഡെവലപ്പ് ആവുന്നത്. അത് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഒരിക്കലും നമ്മൾ മിസ് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ സ്റ്റെപ്പ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞത് ആ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നതിന്റെ ഒരു പ്രിലിമിനറി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഗോൾ എന്താണെന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരിക, നമ്മുടെ ലോജിക്കൽ മൈൻഡിനെ സബ്സൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് വരിക.
മൂന്നാമത് രണ്ടാമത്തത് നമ്മൾ ഡിറ്റാച്ച് ചെയ്യുക. നമ്മുടെ എക്സ്റ്റേണൽ കണ്ടീഷൻസിൽ നിന്ന് നമ്മളൊന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ അവിടെ ഡിസ്കണക്റ്റഡ് ആയിട്ട് നോബഡി, നമ്മൾ ആരുമല്ല, നമ്മളൊരു പ്യുവറസ്റ്റ് എനർജി ഫോമിലേക്ക് നമ്മളെ സങ്കല്പിക്കുക. മൂന്നാമത്തെയാണ് നമ്മുടെ ഡിസയർ എന്താണോ ആ കാര്യം നമ്മൾ നടന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്, എക്സാക്ട്ലി അതേ ഇമോഷൻസ് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളത്. അടുത്തത് ആ എനർജിയെ നമ്മൾ പുറത്തേക്ക് വിടുക, നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾ റിലീസ് ചെയ്യുന്നു, ലെറ്റ് ഗോ പ്രാക്ടീസ് ചെയ്യുന്നു. അഞ്ചാമത്തെ സ്റ്റെപ്പ് നമ്മളൊരു സറണ്ടർ മോഡിലേക്ക് പോകുന്നത്, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു മോഡിലേക്ക് പോകുന്നു. അടുത്ത നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ, ഇൻസ്പയർഡ് ആക്ഷൻ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സ്റ്റെപ്പ് ഞാനിപ്പോ ഡിസ്ക്രൈബ് ചെയ്തത്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ കഴിയുന്നത്ര നമ്മൾ ഈ ഒരു സ്റ്റേറ്റിൽ നിൽക്കാൻ നോക്കുക, നമ്മൾ അലൈൻഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അത് പ്രാക്ടീസ് വേണം. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ് നമ്മുടെ 21 ഡേയ്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ പറയുന്നത് എപ്പോഴും അത് റിപ്പീറ്റ് ചെയ്ത് കണ്ടോണ്ടിരിക്കുക. നമ്മള് ഒന്നാമത്തെ ഫോൾഡർ കഴിഞ്ഞ്, രണ്ടാമത്തെ ഫോൾഡർ കഴിഞ്ഞ്, മൂന്നാമത്തെ ഫോൾഡർ കഴിഞ്ഞ് വീണ്ടും നമ്മൾ അതിങ്ങനെ കണ്ടോണ്ടിരിക്കുക. അപ്പോഴാണ് നമുക്ക് ആ ഐഡിയ ശരിക്കും നമ്മുടെ ഉള്ളിലേക്ക് നമുക്കിത് പ്ലാന്റ് ആവുന്നത്. എനിക്ക് തോന്നുന്നു ഐഡിയ കിട്ടിയെന്നോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സാർ ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. അതായത് നമ്മളിപ്പോ എല്ലാ ദിവസവും നമ്മൾ പിന്നെ ചെയ്യേണ്ടത് റീവയറിംഗ് ആ ഒരു ഇതാണോ, ആ മെഡിറ്റേഷൻ ആണോ നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ടത്? ഇപ്പൊ ഓപ്പൺ അപ്പ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എങ്കിൽ പോലും നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ടുന്ന ഒരു സംഭവം ഏതാണ്? അത് എല്ലാ ദിവസവും നമ്മളൊരു ഗോളുമായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ബ്രെയിൻ റീവയറിംഗ് മെഡിറ്റേഷൻ ആണ്. അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്പുകളാണ് ബ്രെയിൻ റീവയറിംഗ് മെഡിറ്റേഷൻ ആക്ച്വലി നടക്കുന്നത്. അപ്പൊ അതുപോലെ ഈ ഹോപ്പോണോപ്പോണോ എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു എന്താണ്, ഇപ്പൊ ഒരാളോട് ഒരു ചെറിയ ഈർഷ്യ തോന്നി, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു അലൈൻമെന്റിൽ നിന്ന് മാറി, അതായത് ഇപ്പൊ പണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക് പൈസ വരുമോ, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോപ്പോണോപ്പോണോ യൂസ് ചെയ്യാം. മനസ്സിലായി? റൈറ്റ്. ഇതാണ്. അപ്പോ പറഞ്ഞോളൂ. ഇപ്പൊ നമുക്കിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമല്ല, നമുക്ക് കുറച്ച് ലക്ഷ്യങ്ങൾ അധികം ഉണ്ട്. അപ്പൊ അതൊരു ഏറ്റവും ഇതായിട്ടുള്ള സംഭവം വേറെ ഉണ്ട്. അപ്പൊ അതിനോട് അനുബന്ധിച്ചുള്ള വേറെ കാര്യങ്ങൾ. അപ്പൊ നമ്മളിപ്പോ എല്ലാ ദിവസവും നമ്മൾ ഒരൊറ്റ ഗോളിലേക്ക് വെച്ച് പോകണോ, അതല്ല നമുക്ക് ഡിഫറെന്റ് ഗോൾസ് നമുക്ക് മനസ്സിലാക്കി ഇത് ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെയാണ്? അതിനയച്ച നല്ലൊരു ചോദ്യമാണ്. നമുക്ക് എപ്പോഴും ഞാൻ പറയുന്നത്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും നല്ലത് ഒരു കാര്യത്തിൽ ഒരു സമയത്ത് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ ഇനിയുള്ള ലേറ്റർ സ്റ്റേജുകളിൽ, അതായത് 21 ഡേയ്സിന്റെ തന്നെ ക്ലാസ്സുകളിൽ അതിനകത്ത് ഇമോഷണൽ സിഗ്നേച്ചർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് നമ്മൾ പറയുന്നുണ്ട്. അതായത് അതിനകത്ത് നമുക്ക് ഒന്നിലധികം ഗോളുകളെ ഒരേ സമയത്ത് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ടെക്നിക്ക് നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു ചാപ്റ്റർ നിങ്ങൾ കണ്ടു നോക്കാം. പക്ഷെ ഞാൻ പറയുന്നത്, ആദ്യം നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ചെയ്യുന്നതാണ് എപ്പോഴും ഏറ്റവും നല്ലത്. ഓക്കെ. എനിക്ക് ജസ്റ്റിൻ തോമസ് റെഫർ ചെയ്തിട്ടാണ് ഞാനിത് കേട്ടു തുടങ്ങിയതും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ തുടങ്ങിയതുമെല്ലാം. ഇപ്പൊ ഞാൻ അത്രയും ദിവസമായിട്ടില്ല, എനിക്ക് 10th ഡേ ആയിട്ടുള്ളൂ, ഫസ്റ്റ് ഫ്ലോറിൽ ഫോൾഡറിൽ ആയിട്ടുള്ളൂ. പക്ഷെ അത് കേൾക്കുമ്പോ എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ബെറ്റർ യങ്ങർ സ്റ്റേജസിൽ ഇതിന്റെ ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള, ഇപ്പം മനു പറയുന്ന തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങള് അല്ലാതെ തന്നെ വി യൂസ് ടു ഡു സോ മെനി മാനിഫെസ്റ്റേഷൻ. ഇത്രയും പ്രീ ഓക്യുപ്പേഷൻസും അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. നമുക്കൊരു സാധനം വേണമെങ്കിൽ വി യൂസ് ടു ഡ്രീം അബൌട്ട് ഇറ്റ്, വി യൂസ് ടു ലീവ് ദാറ്റ് ഡ്രീം ആൻഡ് വി യൂസ് ടു ഗെറ്റ് ഇറ്റ് ഹാപ്പൻ. പക്ഷെ ഗോയിങ് ഫോർവേഡ് ലൈഫിൽ എക്സ്പീരിയൻസസ് കൂടുന്തോറും ആണ് നമുക്ക് ഈ ആ ഒരു ഫിയർ ഫാക്ടർ കൂടുതലായിട്ട് വന്നത്. ഇത് നടക്കോ ഇല്ലയോ, എന്താ എനിക്ക് നടക്കാത്ത, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങള് കൂടുതലായിട്ട്. അപ്പം now coming back to the same, അത് നമ്മൾ പണ്ട് എന്താണോ ചെയ്തിരുന്നത് അതാണ് ശരി എന്നുള്ളൊരു. പിന്നെ വിജയകൃഷ്ണൻ പറഞ്ഞൊരു സംശയം എനിക്കുണ്ടായിരുന്നു, ലൈക്ക് നമുക്കിപ്പോ സിംഗിൾ റിക്വയർമെന്റ് ആയിരിക്കില്ല, ഇവന്റെ പ്രയോറിറ്റൈസ് ചെയ്ത് ഡിഫറെന്റ് റിക്വയർമെന്റ്സ് ഉണ്ടാവുമായിരിക്കും ലൈഫിൽ. സോ ഹൗ ടു ഗോ ഫോർവേഡ് ഇറ്റ് എന്നുള്ളതൊരു ചോദ്യം എനിക്കുണ്ടായിരുന്നു. അത് നമ്മുടെ ഇനി ഈ 21 ഡേയ്സിന്റെ അടുത്ത സീസണുകളിൽ അത് വിശദമായിട്ട് പറയുന്നുണ്ട്, എങ്ങനെയാണ് ആ ഒരു ഇമോഷണൽ സിഗ്നൽ, നമുക്ക് ഓരോ ഗോളുകളെയും ഓരോ ഇമോഷണൽ സിഗ്നേച്ചറുകളാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. എങ്കിലും നമ്മൾ ആദ്യം ഇത് പരിശീലിക്കുമ്പോൾ എപ്പോഴും നല്ലത് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അത് നമ്മൾ അതിനകത്തുനിന്ന് മാസ്റ്റർ ആയി കഴിയുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഗോളുകളിലേക്ക് പോകാൻ പറ്റും. റൈറ്റ്. ഇതിനകത്ത് രഞ്ജിത്ത പറഞ്ഞതിനകത്തൊരു വലിയ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊച്ചിലെ ബൈ ഡിഫോൾട്ട് നമ്മൾ ഇങ്ങനെ സ്വപ്നങ്ങൾ കാണാൻ, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാനും ഒക്കെ നമ്മൾ എക്യൂബ്ഡ് ആയിട്ടാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത്. പക്ഷെ
കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ ലോജിക്കലായിട്ട് ചിന്തിച്ചു തുടങ്ങും. കൂടുതൽ മറ്റുള്ളവരെങ്ങനെ ചിന്തിക്കുമെന്ന് ചിന്തിച്ചു തുടങ്ങും. ഈ കമ്മ്യൂണിറ്റി, നമ്മുടെ സൊസൈറ്റി എങ്ങനെ ചെയ്യുമെന്ന് ചിന്തിച്ചു തുടങ്ങും. അപ്പൊ നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാംഡ് ആയിട്ട് മാറുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ ഇങ്ങനെ ലോജിക്കൽ ചിന്തകൾ വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ തന്നെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് റെസ്ട്രിക്ഷൻ അവിടെ ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് അതിന്റെ ഒരു ബേസിക്. അപ്പൊ ഒരു കൊച്ചു കുട്ടിക്ക് ഒരു ഐസ്ക്രീം വേണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് അത് നേടിയെടുക്കാൻ കുട്ടിക്ക് പറ്റും. പക്ഷെ മുതിർന്ന നമുക്കാണ് അല്ലെങ്കിൽ നമ്മുടെ ലോജിക്സ് ആണ് അതിനെ അനുവദിക്കാത്തത്. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു ആശയം. എന്തായാലും താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമുക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ജസ്റ്റ് ഒരു ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ നമുക്കൊരു ഒരാൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ സ്ക്രീനിൽ കാണുന്ന ഷിഹാബിനെ ഞാനൊന്ന് ചൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഷിഹാബ് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു സബ്ജക്ട് ഷിഹാബ് ആണെന്ന് എനിക്ക് തോന്നിയോണ്ടാണ്. അപ്പൊ ഇത് റിയൽ ആണ്. അപ്പൊ എന്നതുപോലെ ഷിഹാബിന് നല്ലൊരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. ഷിഹാബ് ഇപ്പൊ ഇത് ഈ ഡെമോ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ മറ്റുള്ളവർ ശ്രദ്ധിക്കുക, എന്താണ് അതിന്റെ സ്റ്റെപ്പ് എന്നുള്ളതെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാം. ഇപ്പൊ നമുക്ക് ഒരാളാണ് ചെയ്യാൻ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ ബാക്കിയുള്ളവരെല്ലാം ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇതിന്റെ സ്റ്റെപ്പുകളൊന്ന് ശ്രദ്ധിക്കുക. ഷിഹാബ്, ഇത് ഞാൻ ഷിഹാബിന് മ്യൂട്ടാണ്. അപ്പൊ ഷിഹാബിന്റെ അടുത്ത് ഞാൻ ചോദിക്കും എന്താണ്. അപ്പൊ ഷിഹാബ് അതിന്റെ ഒരു എൻ്റെ അടുത്ത് പറയണം. ഷിഹാബിന്റെ ഇപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സ്റ്റെപ്പ്, ഷിഹാബ് എന്താണ് ഷിഹാബിന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്? ഒരു വീടല്ലേ പറഞ്ഞേ. ഷിഹാബ് ഒന്ന് റിലാക്സ് ആവുക. ഷിഹാബ് ഒന്ന് കണ്ണടച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു മറുപടി പറഞ്ഞാൽ മതി. ഓക്കെ, അവിടെ വേറെ ആരും ശല്യമൊന്നുമില്ല. ഷിഹാബിന് വളരെ റിലാക്സ്ഡ് അല്ലേ? റിലാക്സ് ആണ്. ഓക്കെ, അപ്പൊ ഷിഹാബ് ഇപ്പൊ വളരെ റിലാക്സ്ഡ് ആവുക. ഷിഹാബ് നട്ടിൽ നിവർന്നിരിക്കട്ടെ. ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ആയിക്കോ, മസിലൊക്കെ ഒന്ന് റിലാക്സ് ആയിക്കോ. ജസ്റ്റ് ഒന്ന് ഒരു ഡീപ്പ് ആയിട്ടുള്ള കുറച്ച് ബ്രേത്ത് ഒക്കെ കൊടുത്തേ. റിലാക്സ് ആയി. ഓക്കെ, ഇപ്പൊ വളരെയധികം റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് ആണ് ഇപ്പൊ മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള, ഇപ്പൊ ലോജിക്കൽ മൈൻഡ് ഷിഹാബിന് കുറഞ്ഞു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഉള്ളത്. ഷിഹാബ് ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഷിഹാബ് പതുക്കെ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോയി. ഷിഹാബ് വളരെ റിലാക്സ്ഡ് ആണ്. ഇനി ഷിഹാബ് പതുക്കെ ഷിഹാബിനെ ഒരു പ്രകാശ രൂപത്തിൽ ഒന്ന് കണ്ടു നോക്ക്. ഷിഹാബ് എന്ന് പറയുന്ന ഒരാളില്ല അവിടെ, നിങ്ങളൊരാളില്ല അവിടെ. അപ്പൊ അവിടെ നിങ്ങളൊരു എനർജി, പ്യുവറസ്റ്റ് എനർജി ആയിട്ടാണ് കാണുന്നത്. ഒരു നല്ലൊരു വൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ പ്രസരിക്കുന്നതായിട്ടൊന്ന് കണ്ടു നോക്കുക. അങ്ങനെ ഇമാജിൻ ചെയ്യുക. എവിടെയാണെന്ന് അറിയില്ല, എന്താണെന്ന് അറിയില്ല, ആരാണെന്ന് അറിയില്ല. ഒരു വൈറ്റ് ബ്രൈറ്റ് ആയിട്ട് ഒരു ലൈറ്റ് ആയിട്ട് ഇമാജിൻ ചെയ്യുക സ്വയം. ആ ലൈറ്റിംഗ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് ചെയ്യുക. ആ റൂം മുഴുവൻ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. അത് വീണ്ടും എക്സ്പാൻഡ് ചെയ്തിട്ട് ആ റൂമും കഴിഞ്ഞ് നിങ്ങളുടെ ആ പ്രദേശവും കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു ലോകം മുഴുവൻ ഇങ്ങനെ ആ ഒരു ബ്രൈറ്റ് ലൈറ്റ് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നെന്ന് ഇമാജിൻ ചെയ്യൂ. ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. വളരെ റിലാക്സ്ഡ് ആണ്. ആ ഒരു ബ്രൈറ്റ് ലൈറ്റ് ഇങ്ങനെ എനർജി എക്സ്പാൻഡ് ചെയ്ത് ഈ യൂണിവേഴ്സ് മുഴുവൻ ഫില്ലായിട്ടിരിക്കുന്നത് ഇപ്പൊ ഷിഹാബിന് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഷിഹാബ് യൂണിവേഴ്സുമായിട്ട് ഒന്നായിട്ടിരിക്കുകയാണ്. അതായത് കംപ്ലീറ്റ് എനർജി ആയിട്ട് വളരെ അലൈൻഡ് ആയിട്ടിരിക്കുകയാണ് ഷിഹാബ്. യെസ്, ഇനി ഷിഹാബ് പതുക്കെ മൂന്നാമത്തെ സ്റ്റെപ്പ്. ഷിഹാബിന് ഓൾറെഡി ആ വീട്ടിലാണ് ഇപ്പൊ ഷിഹാബ്. ഇനി പണിയാൻ പോകുന്ന ഒരു വീടല്ല, ഓൾറെഡി ആ വീട്ടിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അല്ല, ഇപ്പൊ ഷിഹാബിന് ആ വീട് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് ആ വീട്ടിലേക്ക് ഒന്ന് കയറൂ. ആ വീടിന്റെ കളറൊക്കെ ആസ്വദിച്ച് ആ പുതിയ പെയിന്റിന്റെ മണവും ആ സിമെന്റിന്റെ മണവും എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അതിനകത്തിരിക്കുന്ന പുതിയ ഫർണിച്ചറിന്റെ മണവും അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ നല്ല അവരുടെ പെർഫ്യൂമും ആ ഒരു ഫ്രാഗ്രൻസും ഒക്കെ നന്നായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ആ കാലങ്ങ് ചവിട്ടുമ്പോ ആ കാലിൽ നിന്ന് വരുന്ന ആ ഒരു തണുപ്പൊക്കെ ഒന്ന് ഫീൽ ചെയ്തേ. ആ ടൈലിനകത്ത് നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഗ്രാനൈറ്റിനകത്ത്, ഫ്ലോറിനകത്ത് നിന്ന് വരുന്ന ഒരു നല്ല തണുപ്പൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തേ. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഒന്ന് പറഞ്ഞ് എന്താണ് അവിടെ കാണുന്നത്, എന്താണ് അവിടെ നടക്കുന്നതെന്ന് പറയാമോ? അവിടെ ആളുകൾ കൂടിയിരിക്കുന്നതായിട്ട്. ഉം, ഫംഗ്ഷന്റെ ദിവസമാണ്. ഉം, വീടിന്റെ ഫംഗ്ഷന്റെ ദിവസമാണ്. ഉം, ധാരാളം ആളുകളുണ്ട്. ഉം. വീട്ടിലെ വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും ഭക്ഷണവും മറ്റു സാധനങ്ങളും ഉം. വിതരണം ചെയ്യും. അപ്പൊ ഭക്ഷണത്തിന്റെയൊക്കെ ആ ഒരു നല്ല നല്ല ബിരിയാണിയുടെ ഒക്കെ മണം ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ? അതെ, ആ എയർ കണ്ടീഷന്റെ ഒക്കെ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നില്ലേ ബോഡിക്ക്? ഉണ്ട്. ഉണ്ട്. ഇനി അവിടത്തെ ഒരു ഇപ്പൊ ഷിഹാബ് ഇപ്പോൾ ഓൾറെഡി ഷിഹാബിന്റെ ഒരു വലിയ സ്വപ്നം, ഡ്രീം കം ട്രൂ ആണ്. ഇനി അവിടുത്തെ ഒരു ഏറ്റവും നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു നല്ല കൗച്ചിൽ, ആ ഒരു സെറ്റിയിൽ ഒന്ന് ഇരുന്നേ.
അപ്പൊ ആ ഒരു ലെതർ ഫീൽ ചെയ്യും. ഇപ്പൊ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്റെ ആ ഒരു സ്വപ്നം, എന്റെ സ്വന്തം വീടെന്ന സ്വപ്നം ഇങ്ങനെ ഇതായിരിക്കുകയാണ്. അപ്പൊ അവിടെ ഇങ്ങനെ റിലാക്സ് ആയിട്ട് ആ സെറ്റിൽ നിന്നിരുന്നേ വളരെ കംഫർട്ടബിൾ ആയിട്ട് വാഹ, ഞാൻ ഇതാണ് ഇത്രയും കാലം ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അതിന്റെ ആ ഒരു ഇമോഷനും ആ ഒരു റിലാക്സേഷനും ആ ഒരു പ്രൗഡൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? അതെ. റൈറ്റ്. അത് ഏറ്റവും നന്നായിട്ട് നല്ല ഇന്റൻസിഫൈ ചെയ്ത് ബോഡിയിലേക്ക് ഏറ്റവും നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് എൻജോയ് ചെയ്തു വളരെ നന്നായിട്ട്. വീണ്ടും നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് അവിടുത്തെ ആ ഒരു സ്മെല്ലും ആളുകളുടെ ബഹളവും നല്ല ഭക്ഷണത്തിന്റെ ആ ഒരു മണവും എയർ കണ്ടീഷന്റെ തണുപ്പും അവിടുത്തെ ഫ്രാഗ്രൻസും എല്ലാം ആ ഒരു അപ്പൊ നമുക്ക് തോന്നുന്ന ആ ഒരു ഇമോഷൻ, ഇതായിരുന്നു ഞാൻ ഇത്രയും കാലം ഇപ്പം ഈ നിമിഷം ഇപ്പൊ അവിടെയാണ്. അതിന് നടക്കാൻ പോകുന്ന കാര്യമല്ല, ഓൾറെഡി നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇറ്റ്സ് ഓൾറെഡി ബീൻ ഡൺ. ഇപ്പൊ ഷിയാബിന് നല്ല വൈബ്രേഷൻ, ഒരു അലൈൻഡ് ആയിട്ടുള്ള വൈബ്രേഷൻ ഇപ്പൊ ഫീൽ ചെയ്യുന്നില്ല. അതെ. ഉണ്ട്. ഇനി അത് പതുക്കെ നമുക്കത് റിലീസ് ചെയ്യാം. പതുക്കെ ആ ഒരു എനർജി അങ്ങ് റിലീസ് ചെയ്ത് പതുക്കെ നമ്മുടെ ആ ഒരു ഏറ്റവും നല്ല എനർജി റിലീസ് ചെയ്ത് എന്നിട്ട് നമ്മൾ നമ്മളെ കുറിച്ചുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഓ എനിക്കിത് സാധിച്ചല്ലോ, താങ്ക് യു സോ മച്ച്. നമുക്ക് ആർക്കൊക്കെയാണോ ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. നമ്മളോട് തന്നെയുള്ള ആ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവ് നമുക്ക് കൊടുക്കുക. വളരെ ഭംഗിയായിരിക്കുന്നു, വളരെ മനോഹരമായിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ്, ആ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഫീലിംഗ്, ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. റൈറ്റ്. ഇനി പതുക്കെ ഇനി വിചാരിക്കുക, ഇനി ഇത് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തു, ഇനി എനിക്ക് ഒരു പ്രശ്നമില്ല, ഐ എം വെരി ഹാപ്പി. ഇനി ഞാൻ ഈ ഒരു സ്റ്റേറ്റിലാണ് ഇനി ഉള്ളത്. ഇനി ഞാൻ ആ വീട്ടിലാണ് ഇനി എല്ലാ ദിവസവും ഉറങ്ങുന്നത്. ഞാൻ ആ വീട്ടിലാണ് ഇനി വീട്ടിൽ നിന്നാണ് പുറത്തു പോകുന്നത്. ആ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് ആ ഒരു കംഫർട്ട് എന്നും കിട്ടുന്നുണ്ട്. ഐ എം സോ ഹാപ്പി. ഈ ഒരു മോഡിലായിരിക്കും, ഈ ഒരു സ്റ്റേറ്റ് ആയിരിക്കും ഇനി എപ്പോഴും ഉണ്ടാവുക. റൈറ്റ്. ഇനി ഒന്ന് ചിന്തിക്കുക, ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഇനി എന്താണ് ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് ആലോചിച്ച്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് വീട് വെക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്താൻ. അത് തന്നെ. അപ്പൊ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് ഇപ്പൊ തന്നെ അത് കഴിഞ്ഞാൽ തന്നെ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാന്നുള്ളതാണ്. ഇനി പതുക്കെ ഞാൻ പതുക്കെ ഒരു 0 മുതൽ 5 വരെ എണ്ണുമ്പോഴത്തേക്കും പതുക്കെ കണ്ണു തുറക്കാം. 0, 1, 2, 3, 4, 5. പതുക്കെ കണ്ണു തുറന്ന് പുറത്തേക്ക് വരാം. അപ്പോ യെസ്, ഷിഹാബ്. എന്താണ് ഷിഹാബിനെ അവിടെ കണ്ടതെന്നാണ്. അപ്പൊ ഇതാണ് എന്റെ ഇമോഷൻ വന്നത്. അപ്പൊ ഇപ്പോൾ ഷിഹാബ് ചെയ്തതെന്ന് വെച്ചാൽ ഷിഹാബിന്റെ നമ്മൾ എന്ത് കാര്യവും 2 തവണ സൃഷ്ടിക്കുന്നുള്ളൂ. ഒന്ന് നമ്മുടെ മനസ്സിലും അതുപോലെ തന്നെ മെറ്റീരിയലായിട്ടും. അപ്പൊ ഇവിടെ ഷിഹാബ് വളരെ ക്ലിയർ ആയിട്ട് ഷിഹാബിന് മനസ്സിലേക്ക് കൊടുത്തു. ഇനി ഷിഹാബ് ഇതേ പ്രോസസ്സാണ് എല്ലാ ദിവസവും ചെയ്യേണ്ടത്. രാവിലെയും വൈകിട്ടും, രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പായിട്ടും ഇത് ഷിഹാബ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇനി അടുത്ത കുറച്ച് കഴിയുമ്പോൾ ഷിഹാബ് എന്നെ തന്നെ വിളിച്ചിട്ട് പറയും ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും പറയും, എനിക്ക് ഉറപ്പാണ്. കാരണം ഇത് ഇഷ്ടം പോലെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എനിക്കിതിനകത്ത് അത്ഭുതമൊന്നുമില്ല. പലരും തുടങ്ങുന്നത് ഇങ്ങനെ ഒരു സെന്റൻസിലാണ്, സാർ ഇത് പറയുമ്പോൾ സാർ വിശ്വസിക്കില്ല എന്നാണ് തുടങ്ങുന്നത്. പക്ഷെ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. ഉറപ്പാണ് അങ്ങനെ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇതാണ്. അപ്പം നിങ്ങൾ കണ്ടു നിന്നവർ, നിങ്ങൾ ഈ സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാണ് ഇതിന്റെ ഒരു സ്റ്റെപ്പ്. അപ്പൊ നമ്മൾ ഈ ബ്രെയിൻ റീവയറിംഗ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എക്സാക്ട്ലി ഈ സ്റ്റെപ്പിൽ കൂടാണ് നിങ്ങൾ പോകേണ്ടത്. ക്ലിയർ ആയോ? ഇത് ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഇത് നമ്മൾ ഡെയിലി ഇത് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഷിഹാബ് അത് ചെയ്തു. അപ്പൊ ഷിഹാബ് അതെ എല്ലാ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യണമെന്നാണ് പറയുന്നത് അല്ലെ? അതെ അതെ അതെ. ഈ ഒരു മോഡില്, ഈ ഒരു ഈ ഒരു രീതിയിൽ മോഡൽ, തന്നെ. ഈ ഒരു രീതിയിൽ ഇതാണ് നമ്മുടെ ബ്രെയിൻ റീവയറിംഗ് മെഡിറ്റേഷൻ. നമ്മൾ ആ ഗൈഡഡ് മെഡിറ്റേഷനിലും ഈ ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത്. അതിന്റെ ആ സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കാം. അപ്പൊ ഇതാണ് ഇതിനകത്ത് ഒരു ഐഡിയ. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഒപ്പം തന്നെ നമുക്ക് എപ്പോഴും ഇതൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഈ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് സെൽഫ് ഡൗട്ടും ഒരുപാട് ഒബ്ജക്ഷനും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും ഈ വീഡിയോസ് കണ്ടോണ്ടിരിക്കണം. അപ്പൊ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ, വീണ്ടും നമ്മുടെ മനസ്സ് ഈ ഈ ഈ ഒരു അലൈൻമെന്റിലേക്ക് തിരിച്ചു വരും.
ഇതാണ് അത് ഇത് ഞാൻ കുറച്ച് എഗ്രി ചെയ്യുന്നു കേട്ടോ. അത് ഞാൻ എഗ്രി ചെയ്യുന്നു. കാരണം എനിക്കത് ആ, എക്സ്പീരിയൻസ്ഡ് ആണ്. കാരണം നമുക്ക് ഉം, നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു വരുമ്പോൾ നമുക്ക് നമ്മുടെ ആ അതിന് അഡീഷണൽ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്തതിനേക്കാളും വലിയ മോഡിൽ വരുമ്പോൾ നമ്മൾ ഈ ചിന്തിക്കുന്നതിന് അഗെയിൻസ്റ്റ് രണ്ടും ഭയങ്കര ഒരു കോൺട്രഡക്ടറി ആവും. അതെ അപ്പൊ അതെ അത് പറഞ്ഞിട്ട് നമുക്ക് അതിനകത്തൊരു കോൺഫ്ലിക്റ്റ് നന്നായിട്ട് വരും. അപ്പൊ അത് പക്ഷെ ആ സമയത്ത് ചിലപ്പോ കുറച്ച് കണ്ടിന്യൂസ്ലി വീഡിയോസ് ഒക്കെ വീണ്ടും കാണുമ്പോൾ അതെ നമ്മളൊരു അതെ മൈൻഡിലേക്കും നമ്മളൊരു കോൺഫിഡൻസ് ലെവലൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അത് റൈറ്റ് എക്സ്പീരിയൻസ്. അതാണ്. അതെ അതെ. അപ്പൊ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇപ്പം ഷിഹാബ് ആണെങ്കിലും ഇനി ഇത് സംഭവിക്കുന്നതാണ്. ഇനി അതിനകത്ത് ഷിഹാബ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ഇത്രയും ചെയ്താൽ മതി. ഇത് ഷിഹാബിലേക്ക് എത്തും. അത് എത്തുന്നതിന് എന്താന്ന് വെച്ചാൽ ഷിഹാബ് ഇത് ചെയ്യുമ്പോൾ ഷിഹാബിന് 1, 2, 3 ദിവസങ്ങളിൽ കിട്ടുന്ന ഇൻസ്പയർഡ് ആക്ഷനിൽ മാത്രം ഷിഹാബ് ഫോക്കസ് ചെയ്താൽ മതി. ബാക്കിയെല്ലാം സറണ്ടർ മോഡാണ്. നമ്മൾ വിട്ടുകൊടുത്തേരെ, നമ്മളൊരു ലെറ്റ് ഗോ എന്ന് പറയുന്ന അതങ്ങ് വിട്ടുകൊടുത്താൽ മതി. അത് വന്നോളും എന്ന് നമ്മൾ വിചാരിക്കുക. നമ്മൾ ഇനി അത് ഭയങ്കരമായിട്ട് അതൊന്നും നടന്നില്ല അങ്ങനെ ഒരു തോട്ടിലേക്ക് പോകണ്ട. ഇനി ചിലപ്പോൾ അങ്ങനെ തോന്നാം, ഇതൊന്നും നടക്കുന്നില്ല നമുക്ക് തോന്നാം, അത് സ്വാഭാവികമാണ്. അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ വീഡിയോസ് കാണുക. ഈ ഒരു കാര്യം മുടങ്ങാതെ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് ഞാൻ ഉറങ്ങിപ്പോയും ചെയ്തു. ഉം, ഉം, ഇത് ജീവിതത്തിൽ ഇതുവരെ നടക്കാത്തൊരു സംഭവമാണ്. ഇപ്പൊ ഇന്നലെ രാത്രി 1:30ക്ക് നടന്നത്. ഉം. ഇന്നലെ രാത്രി അത് ശരി. കാണുമ്പോൾ മെഡിറ്റേഷൻ ഒന്നും ചെയ്തിട്ടില്ല. റൈറ്റ്. ഞാൻ ഇപ്പൊ കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ സാർ ഇപ്പൊ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് എന്നെ തന്നെ തെരഞ്ഞെടുത്ത ഒരു കാരണമായി തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അത് എന്തായാലും അത് ആ, സംഭവിക്കട്ടെ. അല്ലെങ്കിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഒന്നും പറയാനില്ല. അത് ആ വീട് അവിടെ നടന്നു കഴിഞ്ഞു. അപ്പൊ ഇനി അത് ഷിയാബിലേക്ക് തന്നെ എത്തിക്കോളും. അതെ. അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം കരണ്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല. കേട്ടില്ല. റൈറ്റ്. ചെയ്യുന്നുണ്ടെങ്കിലും ഇതേമാതിരി ആദ്യമായിട്ടാണ്. റൈറ്റ്. നല്ലൊരു ഗുഡ്, അതായത് നമ്മൾ അവിടെ തന്നെ ജീവിക്കുന്ന കുറെ കാലം ഞാനിത് എന്റെ റിസൾട്ട് നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നു. അപ്പൊ അവിടെ നമ്മൾ അതിൽ തന്നെ ജീവിക്കുന്ന രൂപത്തിൽ വിഷ്വൽ ചെയ്ത് നല്ല രീതിയിൽ ഇന്നലെ രാത്രി ഞാൻ കൃത്യമായിട്ട് ഇപ്പൊ ചെയ്ത മാർക്ക് ചെയ്തു. റൈറ്റ്. അപ്പൊ അത് അതേപോലെ കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. റൈറ്റ്. അപ്പൊ താങ്ക് യു ഷിഹാബ്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാറായി. അപ്പൊ എന്താണ് ഇതിനകത്തുനിന്ന് ഇപ്പൊ ഈ ക്ലാസ്സിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? നിങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ട് അതിനകത്ത്. ഓക്കെ. പിന്നെ നമ്മൾ ഇടയ്ക്കും നമ്മള് മാറിപ്പോകുമ്പോഴത്തേക്കും ഉള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. ഇടയ്ക്ക് നമ്മള് ബാക്കി പിന്നെ അതിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ, കുഴപ്പമില്ല. അതിനെ കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നതാണ്. എന്നാലും കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഫൈൻ. താങ്ക് യു.